ഹലോ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. മിസ്സേ റെക്കോർഡിംഗിലല്ലേ ഇപ്പോൾ? ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ബെൻഡിങ് ഇക്വേഷനിലാണ് പറഞ്ഞു നിർത്തിയത്. ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പ്യുവർ ബെൻഡിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ലോഡ് കാരണം അവിടെ ബെൻഡിങ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ഷിയർ ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഡെറൈവ് ചെയ്ത റിലേഷൻ ആണ് എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് പറയുന്ന റിലേഷൻ. അപ്പൊ അതിൽ പറഞ്ഞിരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തി അടുത്ത ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ റിലേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത് പറയുന്നത് സെക്ഷൻ മോഡുലസ് എന്നാണ് പറയുന്നത്. സെക്ഷൻ മോഡുലസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന സംഭവമാണ്. ഒരു സെക്ഷൻ വന്നിട്ട് അതിന്റെ സെക്ഷൻ മോഡുലസ് എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ സെക്ഷൻ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെറൈവ് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ. നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ്റെ അകത്തെ ഇ ബൈ ആർ എന്ന് പറയുന്ന ടേം വിട്ട് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഓർ സിഗ്മ ബൈ വൈ. ഇനി അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബൈ വൈ ഇൻറ്റു ഐ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഇൻറ്റു ഐ ബൈ വൈ, അതിൽ ആ ഐ ബൈ വൈ എന്ന് പറയുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. അപ്പൊ നമ്മൾ ആ Z ഈസ് ഈക്വൽ ടു എപ്പോഴും ഓർത്തോളൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ ആണ്. വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മാക്സിമം ആണ് പറയുക. ബിക്കോസ് നമുക്കറിയാം സ്ട്രെസ് ഏറ്റവും മാക്സിമം ആയിരിക്കും, എക്സ്ട്രീം ഫൈബറിലായിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന വൈ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വൈ മാക്സ് ആയിരിക്കും. വൈ മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് വൈ മാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഷേപ്പിന്റെ ഒരു ക്രോസ് സെക്ഷന്റെ Z സെക്ഷൻ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ Z ഈസ് ഈക്വൽ ടു ഐ ബൈ വൈ മാക്സ് ആണ്. ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓരോ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്കുള്ള ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. ഐ ബൈ വൈ മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ടുവേർഡ്സ് എക്സ്ട്രീം ഫൈബർ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ബെൻഡിങ് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എം ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഐ ബൈ വൈ മാക്സ് എന്ന് എഴുതി. ആ ഐ ബൈ വൈ മാക്സിനെ വിളിക്കുന്ന പേരാണ് Z. അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് ഇൻറ്റു Z. ഇങ്ങനെ 100 ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ഒരേ ഇക്വേഷൻ പഠിച്ചാൽ മതി. എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ, എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ, എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ആ ഇക്വേഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, Z എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഐ ബൈ വൈ മാക്സിനെ വിളിക്കുന്ന പേരാണ് Z എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സെക്ഷന്റെയും Z എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യമേ ഞാൻ പറയാൻ പോകുന്ന റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. അപ്പൊ റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, ഏതൊരു സെക്ഷൻ ആണെങ്കിലും അതിന്റെ Z കാണാനുള്ള ബേസിക് ഇക്വേഷൻ ഐ ബൈ വൈ മാക്സ് ആണ്. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത് ആണ് ബിയും ഡി എ ഡെപ്തും ആണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ബീം പണിയും, ബീമിലാണല്ലോ നമ്മൾ എപ്പോഴും റെക്ടാങ്കുലർ സെക്ഷൻസ് കൊടുക്കുക. ബീം പണിയുമ്പോൾ എപ്പോഴും നമ്മൾ ഡെപ്ത് കൂട്ടിയേ വെക്കുന്നത്. കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, അതിക്കും എവിടെ നോക്കിയാലും ബീമിന്റെ ബ്രെഡ്ത്തിനേക്കാളും കൂടുതൽ ഡെപ്ത് ആണ് വരാറുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർ എ ബീം റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ I ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12 എന്നാണ് നമുക്കറിയാം. I ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. അപ്പൊ നമുക്കറിയാം ഈ ഐ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രക്ചറിന് കൂടുതലായിരിക്കണം. ബിക്കോസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യും. ലോഡൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഏറ്റവും കുറവായിരിക്കും when moment of inertia value increases. So when I increases, deflection value will be reducing. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഐ വാല്യൂ കൂടണമെങ്കിൽ ബി കൂടുന്നതിനേക്കാളും ബെറ്റർ ഡി കൂടുന്നതാണ്. കാരണം നമ്മുടെ ഐ ഡി ഇക്വേഷനിൽ ബി ഡി ക്യൂബ് ആണ്, ഡിയുടെ പവറാണ് കൂടുതൽ വരുന്നത്. ഡിയുടെ പവറാണ് 3 വരുന്നത്. അപ്പൊ എപ്പോഴും ബ്രെഡ്ത്തിനേക്കാളും സിഗ്നിഫിക്കന്റ് ആരാണ്? ഡെപ്ത് ആണ്. അപ്പൊ എപ്പോഴും ബീമിന്റെ കേസിൽ നമുക്കൊരു ബീം ഓഫ് ഡയമെൻഷൻ 250 into 500 എന്ന് പറഞ്ഞാൽ അവിടെ ബി 250 ഡി 500 എന്നുള്ള ഓർത്തോണം. എപ്പോഴും ഡി ആയിരിക്കും ഡി ആയിരിക്കും ഒരു ബീമിന്റെ കേസിൽ എപ്പോഴും കൂടുതലായിട്ട് കൊടുക്കുക. സോ ഇനി ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ്. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ഡി ക്യൂ ബൈ 12 എന്ന് എഴുതാറുണ്ട്. അത് ഓർത്താൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ആക്സിസ്, ഞാനിവിടെ ന്യൂട്രൽ ആക്സിന് ആസ്പദമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതാണോ ആക്സിസ് കൺസിഡർ ചെയ്യുന്നത് ആ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷന്റെ ആണ് ക്യൂബ് എടുക്കുന്നത്. ഫോർ ദ ടൈം ബീങ് ഹിയർ ബി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂട്രൽ ആക്സിന് പാരലലും ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറുമാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഐ ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. ഇനി വൈ മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂട്രൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് തൊട്ട് ഏറ്റവും ടോപ്പ് വരെ അല്ലെങ്കിൽ ബോട്ടം വരെയുള്ള ദൂരം. നമുക്കറിയാം ടോട്ടൽ ഡെപ്ത് ഡി ആണ്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്ന ആൾ അതിന്റെ കറക്റ്റ് നടുക്കാണ്. അപ്പോൾ സെന്റർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് തൊട്ട് മേളിലോട്ട് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ
വൈമാക്സ് എന്ന് പറഞ്ഞാൽ d/2 ആയിരിക്കും. അപ്പൊ BdQ/12 ഡിവൈഡ് ബൈ വൈമാക്സ് d/2 എന്ന് കൊടുക്കാം. ഇനി ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് BdQ/12 into 2/d എന്ന് വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് z equal to BD²/6 എന്ന് കിട്ടും. ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അതാണ് റെക്ടാങ്കുലർ സെക്ഷന്റെ z കാണാനുള്ള ഇക്വേഷൻ BD²/6. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു സർക്കുലർ സെക്ഷൻ ആണ്. അപ്പോൾ ഒരു സർക്കുലർ സെക്ഷൻ ഉണ്ട്. സർക്കിളിന്റെ ഡയമീറ്റർ d ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർ എ സർക്കുലർ സെക്ഷൻ pi d⁴/64 ആണ്. അപ്പൊ ഞാൻ നോട്ട്സ് തരുമ്പോൾ ഇത് മെക്കാനിക്സിൽ വരുന്ന ഒരു പോർഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് ഉണ്ടല്ലോ ബിടെക്കിൽ നമ്മൾ പഠിക്കുക, അവിടെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേണ്ട ഇക്വേഷൻസ് ഞാൻ നോട്ട് തരുമ്പോൾ അതിന്റെ കൂടെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ പറയാം. അപ്പൊ I is equal to ഫോർ എ സർക്കുലർ സെക്ഷൻ I എന്ന് പറയുന്നത് pi d⁴/64 ആണ്. ഒരു സർക്കിളിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ യു ക്യാൻ സി അതിന്റെ ഡയമീറ്റർ ആണ് നമ്മളുടെ ന്യൂട്രൽ ആക്സ്, ഐ മീൻ അതിന്റെ സെന്ററിലൂടെ പോകുന്ന ആക്സ് ആണ് നമ്മൾ ന്യൂട്രൽ ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങോട്ട് എടുത്താലും ഒരു സർക്കുലർ സെക്ഷന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏത് പോർഷനിലോട്ട് എടുത്താലും അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആയിരിക്കും. ദാറ്റ് ഇസ് എ മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, എക്സ്ട്രീം ഫൈബറിലോട്ട് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഫ്രം ദ സെന്റർ നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ റേഡിയസ്. റേഡിയസിനെയാണ് നമുക്ക് ഡയമീറ്ററിന്റെ പകുതി എന്ന് കൊടുക്കാം. സോ നമ്മൾ നേരത്തെ പോലെ z is equal to I/Ymax കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി pi d⁴/64 ഡിവൈഡഡ് ബൈ d/2. എൽസ് എടുക്കുമ്പോൾ ആ 64ഉം 2ഉം കട്ട് ചെയ്ത് പോയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് pi dQ/32 എന്ന് കിട്ടും. pi dQ/32. അപ്പൊ നമ്മൾ ഇസഡിന്റെ യൂണിറ്റ് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എപ്പോഴും ഓർത്തോണം, ഏതാണോ നമ്മൾ തന്നിരിക്കുന്ന യൂണിറ്റ് അത് റേസ് ടു പവർ 4 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ BdQ/12 അല്ലേ, അപ്പൊ ബിയുടെ ഒരു mm, ഡിയുടെ 3 mm, കാരണം d ക്യൂബ് അല്ല വരിക. അപ്പൊ mm × mm ക്യൂബ് എന്ന് പറയുമ്പോൾ mm⁴ വരും. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു d ക്യാൻസൽ ചെയ്ത് പോകും, ഒരു ഡയമെൻഷൻ അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെയൊക്കെ എപ്പോഴും എന്തായിരിക്കും സെഡിന്റെ വാല്യൂ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് യൂണിറ്റിലാണ് എടുക്കുന്നത് അതിന്റെ ക്യൂബ് ആയിരിക്കും. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ, ഐ മീൻ രണ്ട് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BD²/6 ആണ്. അപ്പൊ അവിടെ നോക്കിയാൽ ബിക്ക് ഒരു mm, ഡിക്ക് d² അല്ല, അപ്പൊ mm², mm × mm² എന്ന് പറയുമ്പോൾ mm³ വരും. ഇവിടെ നോക്കിയാൽ d³ ആണ്, പൈക്ക് കോൺസ്റ്റന്റ് അല്ല, അപ്പൊ യൂണിറ്റ് ഇല്ല, d³ ആണ്, അപ്പൊ d³ എന്ന് പറയുമ്പോൾ mm³ വരും. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. അപ്പോൾ നമുക്ക് അകത്തൊരു റെക്ടാങ്കിൾ പിന്നെ പുറത്തൊരു റെക്ടാങ്കിൾ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ, അതായത് ഉൾഭാഗം പൊള്ളയാണെങ്കിൽ ആക്ച്വലി ഞാൻ പറഞ്ഞു ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാലും സെക്ഷൻ മോഡുലസ് എന്നൊക്കെ പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെയാണോ മെറ്റീരിയൽ ഉള്ളത് അവിടെ നിന്നാണ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് ഉള്ളിലുള്ള കുഞ്ഞു റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറച്ചാൽ മതി. അപ്പൊ BdQ/12 മൈനസ് സ്മോൾ BdQ/12, ആ ക്യാപിറ്റൽ BdQ/12 എന്ന് എഴുതിയിരിക്കുന്നത് വലിയ റെക്ടാങ്കിളിന്റെ, സ്മോൾ BdQ/12 എന്ന് എഴുതിയത് അതിന്റെ ഉള്ളിലുള്ള റെക്ടാങ്കിളിന്റെ. ഓക്കെ, ദെൻ Ymax എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ടു എക്സ്ട്രീം ഫൈബർ ആണ്. അപ്പൊ ഇവിടെ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ റെക്ടാങ്കിൾ ആണ് നോക്കേണ്ടത്. അപ്പൊ ന്യൂട്രൽ ആക്സ് തൊട്ട് വലിയ റെക്ടാങ്കിൾ ദൂരം, ന്യൂട്രൽ ആക്സ് തൊട്ട് വലിയ റെക്ടാങ്കിൾ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D/2 ആണ്. സ്മോൾ d/2 അല്ല, ക്യാപിറ്റൽ D/2. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. ഇടയ്ക്ക് എന്റെ നെറ്റ് സ്റ്റേബിൾ അല്ലെന്ന് എഴുതി കാണിക്കുന്നത്, അപ്പോഴാണ് ഞാൻ ഡൗട്ട് അടിക്കുന്നത്, അപ്പോഴാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. Z is equal to BdQ minus small BdQ/12 ഹോളോ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ d/2 ആണ്. ഓക്കെ, അപ്പൊ നമ്മളത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ആ എന്താണ് 2ഉം 12ഉം മാത്രമേ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. കാരണം കോമൺ ആയിട്ട് d പുറത്തെടുക്കാൻ പറ്റൂല, ബിക്കോസ് ഒന്ന് ക്യാപിറ്റൽ D ഒന്ന് സ്മോൾ d ആണ്. അപ്പൊ ആ d അവിടെ തന്നെ കിടക്കും. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സമയത്തൊക്കെ എന്ത് ചെയ്യും, ആ d പോകുമായിരുന്നു. അപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ യൂണിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മേളിലെ mm⁴ വന്നാലും താഴെ ഒരു d ഉള്ളതുകൊണ്ട് അവിടെ ഒരു mm വരും. അങ്ങനെയാണെങ്കിൽ ആ mm⁴ താഴത്തെ mm കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിൽ ബി ഗെറ്റിംഗ് mm³. അപ്പൊ z-ന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മില്ലിമീറ്ററിലാണെങ്കിൽ mm³, സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതാണ് ഹോളോ സെക്ഷന്റെ മൊമെന്റ് ഓഫ്, ഐ മീൻ Z സെക്ഷൻ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന സർക്കുലർ സെക്ഷന്റെ ആണ്. ഒരു സർക്കുലർ സെക്ഷന്റെ എന്താണ് Z കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് സർക്കുലർ സെക്ഷന്റെ Z കാണാനുള്ള ഇക്വേഷൻ തന്നെ നോർമൽ ഇക്വേഷൻ തന്നെ I/Ymax. ഇത് ഹോളോ ആണ്. ഹോളോ എന്ന് പറയുമ്പോൾ പുറത്തൊരു സർക്കിൾ, അകത്തൊരു ചെറിയ സർക്കിൾ, നമ്മൾ റെക്ടാങ്കിൾ എടുത്തതുപോലെ തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടി വലിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് ഉള്ളിലുള്ള ചെറിയ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറച്ചാൽ മതി. സോ pi d⁴/64 മൈനസ്
πd⁴/64. അതിൽ ഒന്ന് ക്യാപിറ്റൽ ഡിയും ഒന്ന് സ്മോൾ ഡി ആണ്. ഇനി നിങ്ങൾക്കറിയാം സെന്റർ തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറക്കുന്ന സർക്കിൾ ഏതാണ്? വലിയ സർക്കിൾ ആണ്. അപ്പൊ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ വലിയ സർക്കിളിന്റെ ആയിരിക്കും. അപ്പൊ സെന്റർ തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡയമീറ്റർ, ഹാഫ് ഓഫ് ദ ഡയമീറ്റർ ഓർ റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ. സോ ഇറ്റ് ഇസ് സിംപ്ലി d/2. So when you substitute πd⁴ minus πd⁴/64 whole divided by d/2. നമ്മൾ 2ഉം 64ഉം കട്ട് ചെയ്ത് പോയിട്ട് താഴെ 32 വരും. ബാക്കി നമുക്ക് അവിടെ ഒരു ഡി റിട്ടൈൻ ചെയ്യും. ഓക്കെ, അവിടെ നമുക്ക് ആ ഡി ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്കോട് ചോദിച്ചു വരുന്ന സെക്ഷൻസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൊമെന്റ് ഓഫ് ഇനർഷ്യയും സെക്ഷൻ മോഡുലസും. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും നമ്മുടെ പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ ഞാൻ എഴുതുമ്പോൾ കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ അതിന്റെ അകത്ത് ആഡ് ചെയ്തോളാം. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ 4 ഓക്കെ. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് പറയാവുന്നത് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരേപോലെ അല്ല വരുന്നത്. നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു സപ്പോർട്ടിന്റെ അടുത്ത് കിടക്കുന്ന പോർഷനിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലും താഴോട്ട് വരുന്നതോറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അതിന്റെ സെൽഫ് വെയിറ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ താഴത്തെ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ താഴോട്ടുള്ള വെയിറ്റ് അതിൽ വരുന്നുള്ളൂ. ആ സമയത്ത് മേലത്തുള്ള ഒരു പോർഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫുൾ വെയിറ്റും അതിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ ബാർസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്തിന് അതേ കൺസെപ്റ്റ് ആണ് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്തിലും വരുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നോക്കുവാണ്. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? അതിന്റെ സെന്ററിലായിരിക്കും. ആ സമയത്ത് നമ്മൾ രണ്ട് എൻഡിലോട്ട് പോകുമ്പോൾ അതായത് സപ്പോർട്ടിലോട്ട് പോകും തോറും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കുറഞ്ഞു വരും. നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഈ പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞോളാം ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അപ്പോൾ സെന്ററിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. രണ്ട് എൻഡിലോട്ട് പോകുന്നതോറും ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ വളരെ കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ അറിയാം നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും ബെൻഡിങ് മൊമെന്റ് ഒക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റീൽ ആയിക്കോട്ടെ കോൺക്രീറ്റ് ആയിക്കോട്ടെ. അപ്പൊ നമ്മളൊരു ബീം പണിയുമ്പോൾ എങ്ങനെയാ പണിയുക? സെന്ററിൽ എന്താണോ ക്രോസ് സെക്ഷൻ അത് തന്നെയായിരിക്കും രണ്ട് സപ്പോർട്ടിലോട്ട് എത്തുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും മെറ്റീരിയൽസ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കപ്പെടുന്നില്ല ഫുൾ ആയിട്ടും. കാരണം എന്താ? ആ മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ബിക്കോസ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വി നോ ദാറ്റ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി ഡെവലപ്പിംഗ് അറ്റ് ദ സെന്ററിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് അത്രയും ഡെപ്ത് കൊടുക്കേണ്ടതുള്ളൂ. അങ്ങോട്ട് വരുന്നതോറും എന്ത് ചെയ്യാം? ഡെപ്ത് വളരെ കുറച്ച് മതി. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോയിന്റിലെയും അതായത് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ലോഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സെന്ററിൽ ലോഡ് കൂടുതലുണ്ട്, ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ ഏരിയ കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതോറും ബെൻഡിങ് മൊമെന്റ് വാല്യൂ കുറവായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എല്ലാ പോയിന്റും ഒരേപോലെ സ്ട്രെസ് വരണമെങ്കിൽ എന്തായിരിക്കണം? ലോഡ് കുറവ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറവുള്ളിടത്ത് എന്തായിരിക്കണം? ഏരിയ കുറവായിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് കുറച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ പണിയുന്ന ബീംസിന് പറഞ്ഞ പേരാണ് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. വൈ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സ്ട്രെങ്ത്? എല്ലായിടത്തും നോക്കുമ്പോൾ നമുക്ക് ഒരേ സ്ട്രെസ് വാല്യൂ കിട്ടും. ഓക്കെ, മറ്റേത് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരേ സ്ട്രെസ് വാല്യൂ ആയിരിക്കില്ല. ബിക്കോസ് എന്താണ്? ലോഡിന്റെ ഇന്റൻസിറ്റി കുറവുള്ളിടത്ത് ഏരിയ കൂടുതലാവുമ്പോൾ അത്രയും സ്ട്രെസ് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ വെഹിക്കിൾസിനൊക്കെ ചേസ് എന്ന് പറയുന്ന സംഭവം ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ലീഫ് സ്പ്രിംഗ്. ആ പേരെന്ന് ഓർത്തോണം. ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അത് ഞാൻ ഈ പിപിക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നോട്ട് തരുമ്പോൾ ഞാൻ അത് ഓർത്ത് അതിന്റെ ഒരു ഫിഗറും തന്നോളാം. അപ്പൊ ലീഫ് സ്പ്രിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ലീഫ് സ്പ്രിംഗ് എന്നുള്ള വാക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. അതാണ് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് അവിടെ നോട്ട്സ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ആകുമ്പോൾ എല്ലായിടത്തും ഒരേ സ്ട്രെസ് വാല്യൂ ഡെവലപ്പ് ചെയ്യും. എങ്ങനെ സ്ട്രെസ് വാല്യൂ ഡെവലപ്പ് ചെയ്യും? ഇന്റൻസിറ്റി ഓഫ് ലോഡ് കൂടുതലുള്ളിടത്ത് കൂടുതൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. എൻഡിലോട്ട് ചെല്ലുന്നതോറും ഇന്റൻസിറ്റി കുറവാണ്. ഇന്റൻസിറ്റി കുറവായിരിക്കുമ്പോൾ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ കുറച്ച് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ ഇൻ എഫക്ട്? ആക്ച്വലി എത്ര സ്ട്രെസ് എടുക്കുന്നോ അത്രയും മെറ്റീരിയൽ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതെന്തായിരിക്കും? ഇൻ എഫക്ട് എക്കണോമിക്കൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും. പ്രാക്ടിക്കലി പകുതിയോളം അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യാറ് എല്ലായിടത്തും ഒരേ ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഈ യൂണിഫോം സ്ട്രെങ്ത് വരുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമുക്ക് ബീമിന്റെ കേസിൽ മാറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വിട്ടും ഡെപ്തും ആണ്. അപ്പൊ വിട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഡെപ്ത് മാറ്റാം, ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് വിട്ട് മാറ്റാം, സൈമൾട്ടേനിയസ് ആയിട്ട് വേണ്ടി രണ്ടും മാറ്റാം. രണ്ടും മാറ്റിയാലും വിഷയമൊന്നുമില്ല. അപ്പം ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റാവുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ഉം ഡി ആയിരിക്കും. അപ്പം ഒന്നെങ്കിൽ സൈമൾട്ടേനിയസ്ലി രണ്ടും മാറ്റാം, അല്ലെങ്കിൽ ഒരു വാല്യൂ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് മറ്റേ നമുക്ക് ചേഞ്ച് വെക്കാം. ബി കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ഡി മാറാം, നേരെ തിരിച്ച് ഡി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബി മാറാം. അപ്പൊ ഇത്രയാണ് ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വെഹിക്കിളിന്റെ കേസിൽ ചേസ് എന്ന് പറയുന്ന സംഭവം. ലീഫ് സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ,
ലാസ്റ്റ് പോയിന്റ് ആണ് ബൈ വേരിങ് ബോത്ത് വിഡ്ത്ത് ആൻഡ് ഡെപ്ത് നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഷിയറിംഗ് സ്ട്രെസ്സസ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ, ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ശ്രദ്ധിച്ചോളുക. നമ്മള് അതുപോലെ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒരു ബീമിന്റെ അകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് വരുമ്പോൾ അവിടെ ബെൻഡിങ് മൊമെന്റും ഉണ്ട്, ഷിയർ ഫോഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ്, ബെൻഡിങ് സ്ട്രെസ്, ഷിയർ ഫോഴ്സ് കാരണം ഷിയർ സ്ട്രെസ് എന്നുള്ള രീതിയിൽ ഓർക്കും. ഇനി ഈ ഞാൻ പറയുന്ന ഒരു കാര്യം ഓർക്കണം, എപ്പോഴും ബെൻഡിങ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഷിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും, ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആയിരിക്കും. ബെൻഡിങ് സ്ട്രെസ് വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ, ഷിയർ വിൽ ബി ഡെവലപ്പിംഗ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ വിൽ സെറ്റ് അപ്പ് എ ഷിയറിംഗ് സ്ട്രെസ് ഓൺ ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ദ ബീം. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ദ ബീമിൽ, അതായത് ട്രാൻസ്വേഴ്സ് ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷൻ. ഓക്കെ, അതിനാണ് ട്രാൻസ്വേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് Q is equal to, ഷിയറിംഗ് സ്ട്രെസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആട്ടോ Q. Q is equal to F into AY bar divided by I into B. ഇതാണ് ബേസിക് ഇക്വേഷൻ. അപ്പൊ ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ Q is equal to F into A into Y bar divided by I into B. ഓരോന്നും എന്താണെന്ന് പറയാം. F എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ്, അതായത് ഷിയർ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണോ അത് നോക്കുക. ദെൻ A എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഇവിടെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്റെ ന്യൂട്രൽ ആക്സിസ് വൈ ഡിസ്റ്റൻസ് മാറി, അതായത് വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള സ്ട്രെസ് ആണ് എനിക്ക് വേണമെങ്കിൽ, ഈ ഒരു പോയിന്റിലുള്ള സ്ട്രെസ് ആണ് കാണണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണോ എനിക്ക് കാണേണ്ടത് അതിന്റെ മേളിലോട്ടുള്ള ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. ഞാൻ ഇവിടെ ഹാച്ച് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് വൈ എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ സ്ട്രെസ് കാണണമെങ്കിൽ, ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു പോയിന്റിലെ ഷിയർ സ്ട്രെസ് ആണ് എനിക്ക് കാണണമെങ്കിൽ ഐ ഹാവ് ടു കൺസിഡർ ദ ഏരിയ ലൈയിങ് എബോവ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിന്റെ മേളിലോട്ട് എത്രത്തോളം ഏരിയ വരുന്നുണ്ടോ ആ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക. സോ നമ്മുടെ ഇക്വേഷനകത്ത് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സെക്ഷൻ എബോവ് ദ കൺസിഡേർഡ് ലെയർ. നമ്മൾ ഏത് ലെയറിലെ സ്ട്രെസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ലെയറിന്റെ മേളിലോട്ടുള്ള ഏരിയ വേണം അവിടെ ഉപയോഗിക്കാൻ. ദെൻ വൈ ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം, വൈ ബാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസ്റ്റൻസ് ടുവേർഡ് സെൻട്രോയിഡ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് എക്സ് ബാറും വൈ ബാറും കൊടുക്കാറ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് വൈ ബാർ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ടു ദ സെൻട്രോയിഡ്. അപ്പൊ എന്തിന്റെ സെൻട്രോയിഡ് വരെ നമ്മളിവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്തല്ലോ. ഏത് ഏരിയ, ഏത് പോയിന്റ് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു പോയിന്റിന്റെ മേളിലോട്ടുള്ള ഏരിയ, ആ ഏരിയയുടെ സെൻട്രോയിഡ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പൊ വൈ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ടുവേർഡ്സ് സെൻട്രോയിഡ് ഓഫ് ടോട്ടൽ ഫിഗർ അല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സി ജി വരെയുള്ള ദൂരമാണ് വൈ ബാർ എന്ന് പറയുന്നത്. ദെൻ ഐ എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, അത് എപ്പോഴും ഹോൾ സെക്ഷന്റെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പി എടുക്കുന്ന റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ബിയും ഡെപ്ത് ഡിയും ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് സിംപ്ലി ബി ഡി ക്യൂ ബൈ 12 ആയിരിക്കും. ദെൻ ഐ എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആയിരിക്കും. ബി എന്ന് പറയുന്നത് ബീമിന്റെ വിഡ്ത്ത് ആയിരിക്കും. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ബി. അതിൽ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഏത് പോയിന്റിലെ സ്ട്രെസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പോയിന്റിന്റെ മേലിലോട്ടുള്ള ഏരിയ, അതിനുള്ള ഫിഗറിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഹാച്ച് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ദെൻ വൈ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ടു ദ സെൻട്രോയിഡ്. ദെൻ ഐ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് ഏരിയ കേട്ടോ. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ബി എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് ആർത്ത് സെക്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് കുറച്ച് ഫിഗറുകളുണ്ട്. ഈ ഫിഗേഴ്സിന്റെ ഒക്കെ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത് റെക്ടാങ്കുലർ സെക്ഷന്റെ ആട്ടോ. റെക്ടാങ്കുലർ സെക്ഷന്റെ ഷിയർ സ്ട്രെസിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഇത് പലതവണയും പരീക്ഷയ്ക്ക് PSC എക്സാംസിന് ചോദിക്കുന്നതാണ്. കാരണം ഇതൊരു 1 വേർഡ് ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഷിയർ സ്ട്രെസിന്റെ വേരിയേഷന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് വലിയൊരു ഡെറിവേഷൻ ആയിട്ട് നമ്മൾ ബിടെക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് വേണ്ട ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട. നിങ്ങൾ ആ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ റെക്ടാങ്കുലർ സെക്ഷന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ സ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പോർഷനിലേക്ക് എഫ് എ വൈ ബാർ ബൈ ഐ ബി കൊടുക്കും. എന്നിട്ട് മൊത്തത്തിനെ കാണാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇന്റഗ്രേഷൻ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഓഫ് ബിയും ഡിയും ഉള്ളത് എടുത്തു. നമുക്ക് അതിന്റെ ബേസിക് ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി ആണ്.
എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്മോൾ സെക്ഷൻ എടുത്ത് നമ്മൾ അതിനെ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 6f × d²/4 - y²/bd³. അത് ബൈഹാർട്ട് പഠിക്കണമെന്ന് എനിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് എഴുതിയതിന്റെ കാര്യത്തിലേ ഉള്ളൂ. അവിടെ നമുക്കറിയാം വേരി ചെയ്യുന്ന പാരാമീറ്റർ. ഇപ്പൊ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ അത് വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ y ആണ്. കാരണം എന്താ, നമ്മളിപ്പോ ന്യൂട്രൽ ആക്സിന് തൊട്ടടുത്തുള്ള ഒരു സെക്ഷൻ എടുക്കുന്നു, അതിലോട്ടുള്ള y ആയിരിക്കില്ല അതിന്റെ കുറച്ച് മേളിൽ നിന്ന്, അതായിരിക്കില്ല അതിന്റെ മേളിലോട്ടുള്ള. അപ്പൊ y ആയിരിക്കും ഇവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ. അപ്പൊ നമുക്കറിയാം ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ax + b ആണ് അല്ലെ. ഒരു സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ ax² + bx + c ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുള്ളൂ. ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്നാ കിട്ടും, ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഒരു തേർഡ് ഡിഗ്രി ആണെങ്കിൽ ഒരു ക്യൂബിക് പരാബോള ആയിരിക്കും. അപ്പൊ നമ്മള് ഒരു ഇക്വേഷന്റെ ഡിഗ്രി പറയുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്, അതിന്റെ വേരിയബിളിന്റെ പവർ വെച്ചിട്ടാണ് ബേസ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ax² + bx + c = 0 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ, അവിടുത്തെ വേരിയബിൾ x ആണ്. ആ എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 2 ആണ്. ax + b = 0 ഒരു ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാൻ കാരണം എന്താ, അവിടുത്തെ വേരിയബിൾ x ആണ്, അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇവിടെ വേരി ചെയ്യുന്ന പാരാമീറ്ററിന്റെ പവർ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് y ആണ്. അപ്പൊ y-യുടെ പവർ 2 ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. y-യുടെ പവർ 2 ആണെങ്കിൽ q എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, y-യുടെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് y ആണ് വേരി ചെയ്യുന്ന പാരാമീറ്റർ. അപ്പൊ നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ q വേരീസ് പരാബോളിക്കലി. q എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും അവിടെ വേരി ചെയ്യുന്നത്, പരാബോളിക് ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പൊ പരാബോളിക് ആയിട്ട് വേരി ചെയ്യുമ്പോൾ എവിടെ മാക്സിമം എവിടെ മിനിമം എന്ന് നോക്കാം. നമ്മളിപ്പോ മേലെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അത് നിങ്ങൾ നോക്കുക. നമുക്കൊരു ബീം ഉണ്ടെങ്കിൽ ബീമിന്റെ ന്യൂട്രൽ ആക്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ന്യൂട്രൽ ആക്സ് തൊട്ട് ഏറ്റവും ടോപ്പ് ഫൈബർ വരെയുള്ള ദൂരം നിങ്ങൾക്ക് d/2 ആണെന്ന് അറിയാലോ. ബിക്കോസ് ഇവിടുന്ന് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് d ആണ്. ന്യൂട്രൽ ആക്സ് തൊട്ട് ഏറ്റവും ടോപ്പ് ഫൈബർ, ടോപ്പ് ആയിക്കോട്ടെ ബോട്ടം ആയിക്കോട്ടെ, അങ്ങോട്ടുള്ള ദൂരത്തിലായിരിക്കും d/2 ആയിരിക്കും. അപ്പോ ഏറ്റവും ടോപ്പ് ഫൈബർ നോക്കുമ്പോൾ y-യുടെ വാല്യൂ എത്ര കിട്ടും, d/2 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷനകത്ത് ഇവിടെ y-യുടെ സ്ഥാനത്ത് നമ്മൾ എന്നാ കൊടുക്കും, d/2 കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും എന്നൊരു ആൻസർ, d/2 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ d²/4. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് അവിടെ 0 കിട്ടുന്നുണ്ട്. മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ടോട്ടൽ വാല്യൂ 0 കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിന്റെ പരാബോളയുടെ ടോപ്പും ബോട്ടവും നമ്മൾ എത്ര മാർക്ക് ചെയ്തിരിക്കുന്നത്, 0 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എവിടെയായിരിക്കും ഏറ്റവും മാക്സിമം. നമുക്കറിയാം ഈ ഇക്വേഷൻ നോക്കിയാൽ d²/4 y-യുടെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മളറിയാം ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തു നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഗ്രേറ്റർ വാല്യൂ വരുന്ന എപ്പോഴായിരിക്കും, ആ സബ്സ്ട്രാക്ട് ചെയ്യുന്ന പാരാമീറ്റർ 0 ആകുമ്പോഴായിരിക്കും. അപ്പൊ എവിടെയായിരിക്കും y² വാല്യൂ 0 വരുന്നത്, ന്യൂട്രൽ ആക്സിസ് എവിടെ വരിക, കറക്റ്റ് സെന്ററിൽ. അപ്പൊ മാക്സിമം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ y-ക്ക് എന്നാ കൊടുക്കണം, 0 കൊടുക്കണം. y-ക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക, 0 വരുമ്പോൾ നമുക്ക് 6f d²/4/bd³ എന്ന് വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേലത്തെ ആ ഒരു d² d³ ക്യൂബും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി താഴെ ഒരു ബിയും ഉണ്ട്. നമുക്ക് എന്താണ് കിട്ടും, 3/2 BD എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ f/BD ആണ്. ഇനി എന്താ സംഭവിച്ചാൽ നമ്മൾ ജനറലി പറയുമ്പോൾ വാട്ട് ഈസ് സ്ട്രെസ്, ഫോഴ്സ് ബൈ ഏരിയ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സംഭവം എന്താണ്, റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, b × d ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3/2 f/BD എന്നാ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് f/BD, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ ജനറലി നമ്മൾ ആ വേരിയേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ട്രെസ് എല്ലായിടത്തും ഒരേപോലെ അല്ല. മേളിൽ 0 ആണ്, താഴെ 0 ആണ്, നടുക്കും 3/2 വരും. അപ്പൊ നമ്മളൊരു ആവറേജ് പറയില്ല. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളുടെ മാത്സിന്റെ മാർക്ക് ഡിഫറെന്റ് ആണെങ്കിൽ ആ കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, അവരുടെ ആവറേജ് എടുക്കണം ഒരു ഗ്രൂപ്പിന്റെ. അപ്പൊ ഇവിടെ സ്ട്രെസ് വാല്യൂ ഓരോ ഇൻസ്റ്റന്റിലും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് അതിന്റെ സ്ട്രെസിന്റെ ഇന്റൻസിറ്റി പറയണമെങ്കിൽ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്ര ടൈംസ് ഓഫ് ആവറേജ് ആണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു റെക്ടാംഗുലർ സെക്ഷന്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് അലോങ് ദ ഡെപ്ത് വിൽ ബി പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ വരുന്ന എവിടെ ആയിരിക്കും, ന്യൂട്രൽ ആക്സ് ആയിരിക്കും. ആ ന്യൂട്രൽ ആക്സിൽ വരുന്ന മാക്സിമം വാല്യൂ എങ്ങനെ റിലേറ്റ് ചെയ്യാം, Qmax. മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു 3/2 ആണ്, 1.5 ആയിരിക്കും കേട്ടോ. 1.5 ഓഫ് ആവറേജ് സ്ട്രെസ്. ആ ആവറേജ് വന്നിരിക്കുന്നത് ഫോഴ്സ് ബൈ ഏരിയയാണ് Q ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് സംഭവം. അപ്പോ Qmax is equal to 1.5 times Q average ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആണ്. ട്രയാങ്കുലർ സെക്ഷന്റെ കേസിലും ഇതേപോലെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ Q is equal to f/3a into hx/x² ആണ്. നമ്മൾ ആദ്യം എഴുതിയില്ല ഇവിടെ ഈ ബീമിന്റെ കേസ്, റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിൽ എഴുതിയ ഇക്വേഷൻ പോലെ തന്നെ ട്രയാങ്കിളിന്റെ കേസിൽ വരുന്ന ഇക്വേഷൻ ആണ് ഇത്. ഈ ഇക്വേഷനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. പക്ഷെ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ എത്രയാ, 2 ആണ്. ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ 2 ആണെങ്കിൽ അതിന്റെ വേരിയേഷൻ എന്തായിരിക്കണം, പാരാബോളിക് വേരിയേഷൻ ആയിരിക്കണം. അപ്പോൾ ഇതും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ
പാരാബോളിക് വേരിയേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ വേരിയേഷന്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ പാരാബോള ആയിരിക്കും വരയ്ക്കാം. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ഒരു പരാബോള എടുത്തിരിക്കുന്നത്. അപ്പൊ പരാബോളയുടെ കേസിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെൻട്രോയിഡ് കറക്റ്റ് നടുക്കായിരിക്കില്ല. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ CG അതെന്ന് പറഞ്ഞാൽ മേളിന്ന് 2/3 താഴെന്ന് 1/3. അത് മെക്കാനിക്സ് വരുന്ന ഒരു പോർഷൻ ആണ്. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് h ആണെങ്കിൽ മേളിൽ നിന്ന് 2/3 താഴെ നിന്ന് 1/3. ഓക്കെ, അപ്പൊ അവിടെ ആയിരിക്കും അതിന്റെ ന്യൂട്രൽ ആക്സ് എടുക്കുക. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആക്സ് എന്ന് പറയുന്നത് 2/3 of h ആയിരിക്കും. 2/3 of h എന്ന് പറയുന്നത് മേളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സിന്റെ. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂട്രൽ ആക്സിൽ, അതായത് നമ്മൾ തൊട്ട് മുന്നേ റെക്ടാങ്കുലർ സെക്ഷന്റെ കേസിൽ പറഞ്ഞപ്പോൾ ന്യൂട്രൽ ആക്സ് തന്നെയാണ് സെന്ററിൽ വരുന്നത്. സെന്ററിൽ വരുന്ന സ്ട്രെസ് ആണ് മാക്സിമം എന്ന് പറഞ്ഞു. ആ സെന്ററിൽ വരുന്ന നമ്മുടെ ഈ കേസിൽ ന്യൂട്രൽ ആക്സിസും സെന്റർ എന്ന് പറയുന്നത് ഒന്നല്ല. അപ്പോ ഇവിടെ ഓർക്കുക, ന്യൂട്രൽ ആക്സിൽ ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ പാരാബോളിക് ആയിരിക്കും വേരിയേഷൻ. പക്ഷെ ന്യൂട്രൽ ആക്സിൽ വരുന്ന സ്ട്രെസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജിന്റെ 4/3 ആയിരിക്കും. സെന്ററിലായിരിക്കും ഏറ്റവും മാക്സിമം വരിക. സെന്ററിൽ വരുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.5 ടൈംസ് ദ Q ആവറേജ് ആയിരിക്കും. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. സെന്ററിലെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ആവറേജ് സ്ട്രെസ് ആയിരിക്കും എന്നാൽ ട്രയാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ. പിന്നെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം, ന്യൂട്രൽ ആക്സിസ് സെന്ററിലല്ല, അത് മാറിയാണ് കിടക്കുന്നത്, ഷിഫ്റ്റ് ചെയ്താണ് കിടക്കുന്നത് ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ജോമെട്രി അനുസരിച്ചിട്ട്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ മാക്സിമം അലൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 4/3 ഓഫ് Q ആവറേജ് ആയിരിക്കും. അപ്പൊ റെക്ടാങ്കുലർ കേസിൽ നമുക്ക് ഒറ്റ വാല്യൂ പറഞ്ഞാൽ മതി, Q max is equal to 1.5 ടൈംസ് Q ആവറേജ്. ഇവിടെ നമുക്ക് Q max is equal to 1.5 ടൈംസ് Q ആവറേജ് ആണ്. പക്ഷെ ന്യൂട്രൽ ആക്സിസ് വേറെ പോയിന്റിൽ കിടക്കുന്നുണ്ട്. അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/3 ഓഫ് Q ആവറേജ് ആയിരിക്കും. ഇനി ഒരു സർക്കുലർ സെക്ഷനെ കൂടെ നമുക്ക് നോക്കാം. ആ വരച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. മാക്സിമം എന്ന് പറഞ്ഞ സെന്ററിലായിരിക്കും, ദാറ്റ് ഈസ് Q max. ന്യൂട്രൽ ആക്സ് വരുന്ന പോയിന്റിലുള്ളതാണ്. 8/3 F/BH എന്നാണ് എഴുതിയിരിക്കുന്നത്, ഡൗട്ട് അടിക്കരുത്. ആ 8/3 F/BH എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. അപ്പൊ ഇവിടെ F/BH ഉള്ള അവിടെ നമ്മളൊരു 1/2 കൊടുക്കുമ്പോൾ അത് ഇൻ എഫക്ട് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ആ 1/2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെ പോകും? 4ന്റെ കൂടെ വരും. അതുകൊണ്ടാണ് 8/3 F/BH. അപ്പൊ ഇൻ എഫക്ട് അത് വരുമ്പോൾ ഒരിക്കലും 8/3 ആവറേജ് എന്ന് ഓർക്കരുത്, അത് 4/3 ആവറേജ് തന്നെ ആയിരിക്കും. അവിടെ 8/3 വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ആവറേജ് സ്ട്രെസ്സിന്റെ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് F, ട്രയാങ്കിളിന്റെ കേസിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണ്. അപ്പൊ 4/3 ഇൻറ്റു ഹാഫ് BH എന്ന് കൊടുത്താൽ മാത്രമാണ് ആവറേജ് ആക്കാൻ പറ്റുള്ളൂ. ആ ഹാഫ് BHലെ 2 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8/3 ആവുന്നത്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്. ഇറ്റ് ഈസ് നോട്ട് 8/3 ആവറേജ് സ്ട്രെസ്, ഇറ്റ് ഈസ് സിംപ്ലി 4/3 ഓഫ് ആവറേജ് സ്ട്രെസ്. Q at the neutral axis. Then I was coming to the സർക്കുലർ സെക്ഷൻ. സർക്കിളിന്റെ കേസിൽ നമുക്ക് ന്യൂട്രൽ ആക്സ് എന്ന് പറയുന്നതും എന്താണ് സെൻട്രോയിഡ് എന്ന് പറയുന്നതും ഒന്ന് തന്നെ ആയിരിക്കും. അവിടെ മറ്റേ വലിയ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട, കാരണം അവിടെ അത് ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം അവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ Y ആണ്. ആ Y നോക്കിയാൽ നമ്മൾ തൊട്ട് മുന്നേ കേസിൽ എക്സിലാണ് എഴുതിയിരിക്കുന്നത്, കാരണം അവിടെ ഹൈറ്റ് നമ്മൾ എടുത്തേക്കുന്ന എക്സിലാട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ എക്സിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൈയിൽ പറയുമ്പോൾ എക്സ് ഓർ വൈ വാട്ട് ഓർ ഇറ്റ് മേ ബി, നമ്മൾ ആ ഡിസ്റ്റൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ വൈയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈയുടെ പവർ 2 ആയതുകൊണ്ട് നമ്മുടെ വേരിയേഷൻ എന്തായിരിക്കും? പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. ആൻഡ് പാരാബോളിക് വേരിയേഷൻ നമ്മൾ കാണുമ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 0 വരും. മാക്സിമം എന്ന് പറഞ്ഞാൽ സെന്ററിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഓഫ് Q ആവറേജ് ആയിരിക്കും. അപ്പൊ 2 4/3 വരുന്നുണ്ട്, 2 1.5 വരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകാതെ ഓർത്തേക്കുക. സർക്കുലർ സെക്ഷന്റെ കേസിൽ സെന്ററിലുള്ളതാണ് 4/3 ടൈംസ് ഓഫ് Q ആവറേജ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി സമയത്ത് അതിൽ ഉൾപ്പെടുത്തിക്കോളാം. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ ഒരു ഐ സെക്ഷൻ ഫ്ലാഞ്ച് ഒരു റെക്ടാങ്കിൾ ആണ്, വെബ് വേറൊരു റെക്ടാങ്കിൾ ആണ്. രണ്ടിലും എങ്ങനെ വേരി ചെയ്യുള്ളൂ? പരാബോള ആയിരിക്കും വേരി ചെയ്യുള്ളൂ. അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം, ആ വെബിൽ നിന്ന് ഫ്ലാഞ്ചിലോട്ട് കയറുന്ന സമയത്ത് ഏരിയയ്ക്ക് വല്ലാണ്ട് മാറ്റം വരുന്നുണ്ട്. കാരണം എന്താ? ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ ആ മേളിൽ ഇപ്പൊ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ് T ആണെങ്കിൽ നമ്മൾ മേളിൽ വരയ്ക്കുന്ന വരയ്ക്കാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. താഴോട്ട് വരയ്ക്കുന്ന വെർട്ടിക്കൽ ആയിട്ട് വരുന്ന വരെയാണ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഞ്ചിന്റെ ഏരിയയും വെബിന്റെ ഏരിയയും നമ്മൾ നോക്കുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കമ്പൈൻഡ് ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ആ വെബിൽ നിന്ന് ഫ്ലാഞ്ചിലോട്ട് ഫ്ലാഞ്ചിൽ നിന്ന് വെബിലോട്ട് കയറുന്ന പോർഷനിൽ നമ്മൾ ഷിയർ സ്ട്രെസ് വാല്യൂ പെട്ടെന്ന് സഡൻ ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും.
അപ്പൊ അതാ ഹലോ 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 കേൾക്കാമോ? ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്സ് കേട്ടായിരുന്നോ, അതോ കട്ടായി പോയോ? ഹലോ കേൾക്കാം. ഓക്കെ. അപ്പോൾ ആവറേജ് സ്ട്രെസ് എന്ന് പറയുന്നത് വെബിൽ നിന്ന് നമ്മൾ പറഞ്ഞത് വെബിൽ നിന്ന് ഫ്ലാഞ്ചിൽ നിന്ന് വെബിലോട്ട് കയറുന്ന പോർഷൻ, അതായത് ഒരു ടി സെക്ഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. മേളിൽ ഉള്ളത് ഫ്ലാഞ്ച്, താഴെയുള്ളത് വെബാണ്. അപ്പോൾ ഫ്ലാഞ്ചിൽ നിന്ന് നമ്മൾ വെബിലോട്ട് കയറുന്ന ഒരു പോയിന്റിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വല്ലാതെ മാറും. അപ്പോൾ നമ്മൾ അതിന്റെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രം വാല്യൂ വല്ലാതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് കമ്പൈൻഡ് ഫിഗറിന്റെ കേസിൽ ഷിയർ സ്ട്രെസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജനറൽ കേസിൽ ഓർത്തോളൂ, റെക്ടാംഗുലർ സെക്ഷൻ ആണെങ്കിലും ട്രയാംഗുലർ സെക്ഷൻ ആണെങ്കിലും സർക്കുലർ സെക്ഷൻ ആണെങ്കിലും വി ക്യാൻ സീ ദ ഷിയർ സ്ട്രെസ് വേരി പാരാബോളിക്. ഓക്കെ, വേരിയേഷൻ വിൽ ബി പാരാബോളിക് ആയിരിക്കും. Then in the case of a rectangular section, maximum stress will be equal to 1.5 times the average stress ആയിരിക്കും. പിന്നെ ട്രയാംഗുലറിന്റെ കേസ് ആണെങ്കിൽ ഓർക്കുക, മാക്സിമം ഒരിക്കലും എവിടെയല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ന്യൂട്രൽ ആക്സിൽ അല്ല ഡെവലപ്പ് ചെയ്യുന്നത്, സെന്ററിലായിരിക്കും. And the value will be equal to 1.5 times average ആയിരിക്കും. ന്യൂട്രൽ ആക്സിൽ വരുന്നത് 4/3 of average stress ആയിരിക്കും. സർക്കിളിന്റെ 4/3 of average stress ആയിരിക്കും. ന്യൂട്രൽ ആക്സും സെന്ററും തമ്മിൽ സെയിം ആയിരിക്കും. ഓക്കെ, സോ അത്രയാണ് ഷിയർ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ബെൻഡിങ്ങും ഷിയറും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ബെൻഡിങ് ഇക്വേഷനും പിന്നെ ഷിയറിന്റെ ഇക്വേഷനും. ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? ഹലോ ഹലോ സർ ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബീംസും ടൈപ്സ് ഓഫ് സപ്പോർട്ടും ടൈപ്സ് ഓഫ് ലോഡിങ്ങും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ടൈപ്സ് ഓഫ് ബീംസിൽ ആദ്യമേ വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ട് ഇഷ്ടിക എടുത്തിട്ട് അതിന്റെ മേളിൽ വെറുതെ ഒരു പലക എടുത്ത് വെക്കുകയാണെങ്കിൽ ആ അവസ്ഥയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ നമുക്ക് രണ്ട് എൻഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബീം സപ്പോർട്ട്, ബീമിന്റെ അകത്ത് ലോഡ് വരുന്നു. ഓക്കെ, അപ്പൊ ആ ലോഡിനെ ആര് കൗണ്ടർ ചെയ്യും? സപ്പോർട്ട് കൗണ്ടർ ചെയ്യും. എങ്ങനെ കൗണ്ടർ ചെയ്യും? സപ്പോർട്ട് അതിനെ ഒപ്പോസ് ചെയ്യും ബൈ പ്രൊവൈഡിങ് റിയാക്ഷൻസ്. ആ റിയാക്ഷൻസിനെയാണ് നമ്മൾ സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ്. അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആ റിയാക്ഷൻസിനെ RA എന്നും ഇപ്പുറത്തെ സൈഡിൽ RB ആട്ടോ, ഞാൻ എഴുതിയ മിസ്റ്റേക്ക് വന്നാണ്. RA എന്നും RB എന്നാണ് പറയുന്നത്. ഈ RA RBയുടെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ മേളിലോട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താ? ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. അപ്പൊ റിയാക്ഷൻ കൂടെ ആയിരിക്കും അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും. അപ്പൊ സിംപ്ലി സപ്പോർട്ട് ബീമിന് രണ്ട് എൻഡ് സപ്പോർട്ട് ഉണ്ട്. ആ എൻഡ് സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ് RA RB ആയിരിക്കും. സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ ആ സപ്പോർട്ടിനെ മൊമെന്റോ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, റൊട്ടേഷനും പോസിബിൾ അല്ല. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ബീമാണ് കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബീം ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. ഓക്കെ, ഈ സപ്പോർട്ട് എന്താണുള്ളത് അടുത്ത ടോപ്പിക്കിൽ പറയാം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സപ്പോർട്ടിനെ കുറിച്ച് പറയുന്നില്ല, ജസ്റ്റ് ബീമിന്റെ പേരോട് മാത്രമേ പറയുന്നുള്ളൂ. കാന്റിലിവർ ബീം ആണെങ്കിൽ വൺ എൻഡ് ഇസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഇസ് ഫ്രീ ആണ്. ദെൻ ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ രണ്ട് എൻഡും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഈ കാന്റിലിവർ പറയുമ്പോൾ അതിലൂടെ തന്നെ വേറൊരു ടേം കൂടെ ഓർത്തിരിക്കുന്ന പ്രോപ്ഡ് കാന്റിലിവർ എന്ന സംഭവം കൂടെ ഉണ്ട്. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുമ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, ഒരു എൻഡില് ഫിക്സഡ് സപ്പോർട്ട്, ഈ എൻഡിൽ നമ്മളൊരു സിംപ്ലി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഒരു എൻഡ് ഫിക്സഡ്, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിംപിൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒരു വെർട്ടിക്കലി ഒരു റിയാക്ഷൻ കൊടുക്കും. അങ്ങനെയുള്ളതിന് പറഞ്ഞ പേരാണ് പ്രോപ്ഡ് കാന്റിലിവർ. ദെൻ ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം പറയുമ്പോൾ സിമ്പിൾ ആണ്, ബീമിന്റെ രണ്ട് എൻഡ് ഫിക്സഡ് ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഫിക്സഡ് ബീം. ഇനി ഈ ബീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് സ്പാൻ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഡിസൈനിൽ RCC പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ക്ലിയർ സ്പാൻ എന്താ, എഫക്റ്റീവ് സ്പാൻ എന്താ, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ജനറലി സ്പാൻ എന്ന് പറയുമ്പോൾ രണ്ട് സപ്പോർട്ടിന്റെ ഇടയിൽ വരുന്ന ദൂരത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഈ സപ്പോർട്ട് പോലെ ഈ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫിക്സഡ് ബീം കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് ഓവർ ഹാങ്ങിങ് ബീമാണ്. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കഴിഞ്ഞും ബീം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബീമിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. ഓവർ ഹാങ്ങിങ് ചിലപ്പോൾ ഒരു സ്ഥലത്തോട്ടാകാം, ചിലപ്പോൾ രണ്ട് സ്ഥലത്തോട്ടാകും. ഇവിടെ ഞാൻ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമേ കൊടുത്തിരിക്കുന്നതിന്റെ ഒറ്റ ഡയറക്ഷൻ, ഒരു സൈഡിലോട്ട് ഓവർ ഹാങ് ഉള്ളൂ, മറ്റേതിനകത്ത് രണ്ട് സൈഡിലോട്ടും ഓവർ ഹാങ് ഉണ്ട്.
അടുത്തത് ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സപ്പോർട്ട് വരുന്ന ബീമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഒന്നിലധികം രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് വരുന്ന ബീമിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നിലധികം സ്പാൻ വരുന്ന ബീമിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ബീം എന്ന് പറയാൻ പറ്റും. ആ ഓവർ ഹാങ്ങിന്റെ കേസിൽ സപ്പോർട്ട് കഴിഞ്ഞ് പുറത്തോട്ട് നിൽക്കുന്ന പോർഷൻ നമ്മൾ സ്പാൻ അല്ലാട്ടോ വിളിക്കുന്നത്, ഓവർ ഹാങ് എന്നാണ് വിളിക്കുന്നത്. ആ സമയത്ത് കണ്ടിന്യൂസ് ബീമിന്റെ കേസിൽ നിങ്ങൾക്കറിയാം എല്ലാം സപ്പോർട്ടിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത് കൊണ്ട് എല്ലാവരെയും നമ്മൾ എന്തെന്ന് വിളിക്കാം, സ്പാൻ എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയാണ് ജനറൽ ആയിട്ട് ബീമുകളെ കുറിച്ച് പറയാനുള്ളത്. ടൈപ്പ് ഓഫ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിൽ അവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ അതർ ദാൻ കാന്റിലിവർ സപ്പോർട്ട് ഫിക്സ്. ഹലോ, സ്ലൈഡ് കാണുന്നില്ല. അയ്യോടോ, ഓക്കെ ഒരു സെക്കൻഡ്. ഇപ്പോഴാണോ മിസ്? അത് നേരത്തെ പോലെ കാണുന്നില്ലായിരുന്നോ? എനിക്ക് ജസ്റ്റ് ഒന്ന് കട്ടായി പോയായിരുന്നു ഇടയ്ക്ക്. ആണോ? ഒരു മിനിറ്റ്. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? ഇല്ല സാർ, കാണണ്ടായില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ആ സാർ കാണാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഹലോ, കാണാം സാർ. ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് അപ്പൊ ഒന്നുകൂടെ പറയാം. ടൈപ്സ് ഓഫ് ബീംസ് നമ്മൾ പറഞ്ഞിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് ആദ്യമേ പറഞ്ഞത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിൽ സപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് സപ്പോർട്ടും റിയാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. റിയാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. കാരണം ബീമിന്റെ അകത്തോട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ എപ്പോഴും എന്തായിരിക്കും, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയില്ല. അപ്പൊ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും എന്ത് വരിക, സപ്പോർട്ട് റിയാക്ഷൻസ് വരിക. അടുത്തത് കാന്റിലിവർ ബീം ആണ്. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ഫിക്സഡ്, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. കാന്റിലിവർ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, പ്രോപ്ഡ് കാന്റിലിവർ. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീ അല്ലാത്ത ആ ഫ്രീ എൻഡിൽ നമ്മളൊരു സിമ്പിൾ സപ്പോർട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് ഫിക്സിറ്റിയും മറ്റേ എൻഡിൽ എന്തായിരിക്കും, ഒരു സിമ്പിൾ സപ്പോർട്ട്. ആ ടൈപ്പ് ബീമിന് പറഞ്ഞ പേരാണ് പ്രോപ്ഡ് കാന്റിലിവർ ബീം എന്നാണ് പറയുന്നത്. ദെൻ ഫിക്സഡ് ബീം. ഫിക്സഡ് ബീമിന്റെ പ്രത്യേകത നമുക്കറിയാം, രണ്ട് എൻഡും എന്തായിരിക്കും, രണ്ട് സപ്പോർട്ടും ഫിക്സഡ് ആയിരിക്കും. അടുത്തത് ഓവർ ഹാങ്ങിങ് ബീം. നമ്മുടെ സപ്പോർട്ട് കഴിഞ്ഞും പിന്നെ ബീം എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് സപ്പോർട്ട് കഴിഞ്ഞും ബീം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ബിയോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. ഓവർ ഹാങ്ങിങ് രണ്ട് സ്ഥലത്തോട്ട് വരാം, ഒന്നെങ്കിൽ ലെഫ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രം വരാം, അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷൻ വരാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം സ്പാനുകൾ ഉണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 സപ്പോർട്ട്സ് ആയിരിക്കാം. ഇവിടെ ഫിഗർ നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ 1 2 3 3 സ്പാൻസ് ആണ് മൊത്തമായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും ബീമുകളെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ സാർ കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയാണ് ബീംസിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ. കാന്റിലിവറിനകത്ത് പ്രോപ്ഡ് കാന്റിലിവർ കൂടി ഓർത്ത് വെക്കുക. ഒരു എൻഡ് ഫിക്സഡ്, മറ്റേ എൻഡ് സിമ്പിൾ സപ്പോർട്ടും വരുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രോപ്ഡ് കാന്റിലിവർ. നമുക്ക് സപ്പോർട്ട്സ് നോക്കാം. സോറി, ടൈപ്സ് ഓഫ് ലോഡ്സ് നോക്കാം, എന്നിട്ട് സപ്പോർട്ട്സ് പറയാം. ടൈപ്സ് ഓഫ് ലോഡ്സ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് പറയാറ്. ഒന്ന് കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറയും. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പോയിന്റ് ലോഡ്. അതിന്റെ കോണ്ടാക്ട് ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും, ഒരൊറ്റ പോയിന്റിലായിരിക്കും ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ലോഡിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ്. ഇവിടെ പി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. അത് ആ ഒരു പോയിന്റിലായിരിക്കും കോണ്ടാക്ട് ഉണ്ടാവുള്ളൂ. അടുത്ത് നമ്മൾ പറയാൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ UDL എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് UDL. അപ്പൊ UDL പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ലോഡിന്റെ ഇന്റൻസിറ്റി, ഇപ്പൊ ഇവിടെ നമ്മളൊരു കർവ്ഡ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. ആ ബീമിന്റെ ത്രൂ ഔട്ട് ഞാൻ W ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. W ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡാണ് W എന്ന് പറയുന്നത്. ഓക്കെ, അത് പെർ മീറ്ററിലുള്ള ലോഡ് W ന്യൂട്ടൺ. അപ്പൊ നമുക്കിപ്പോ UDL എന്ന് പറയുന്ന ആളെ നമുക്ക് എപ്പോഴും പെർ മീറ്ററിൽ ആക്ട് ചെയ്യുന്ന ലോഡായിട്ടാണ് തരുന്നത്.
അപ്പൊ നമുക്ക് അവിടുത്തെ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് മെത്തേഡ് അനുസരിച്ച് ഓരോ വൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ അറിയാമെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയുടെ കാണാൻ വേണ്ടി നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരു 1 മീറ്റർ ലെങ്ത്തിലാക്കിയെന്ന ലോഡ് അറിയാമെങ്കിൽ 10 മീറ്റർ ലെങ്ത്തിലാക്കിയെന്ന ടോട്ടൽ ലോഡ് കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇന്റൻസിറ്റി ഓഫ് ലോഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരു ബീമിന്റെ കേസിൽ UDL ആണ് ആക്ട് ചെയ്യുന്ന ലോഡെങ്കിൽ ടോട്ടൽ ലോഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇന്റൻസിറ്റി ഓഫ് ദ ലോഡ് ഹാസ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ സ്പാൻ ഓഫ് ദ ബീം. സോ ഫോർ ടൈം ബീം നമ്മൾ W ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് ലെങ്ത് ഓഫ് ദ ബീം. അങ്ങനെയാണെങ്കിൽ W into L, ദാറ്റ് ഈസ് ലോഡ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻടു L. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം W ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പൊ W ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുമ്പോൾ M താഴെ വരും. ഞാനിപ്പോ ഒരു 5 മീറ്റർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ 5 മീറ്ററിൽ ഒരു M ഉണ്ട്. ആ M ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇൻ എഫക്ട് എന്ത് സംഭവിക്കും? മീറ്റർ എന്നുള്ള ടേം അവിടെ നിന്ന് ഇല്ലാണ്ടാവും. വിച്ച് മീൻസ് ദാറ്റ് UDL ഹാസ് ടു ഗെറ്റ് കൺവേർട്ടഡ് ടു പോയിന്റ് ലോഡ്. UDL നമ്മൾ എന്താക്കി മാറ്റി? പോയിന്റ് ലോഡ് ആക്കി മാറ്റി. അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ആ UDLനെ ഞാനൊരു പോയിന്റ് ലോഡ് ആക്കി മാറ്റിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ലോഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു? W into L എന്ന് വന്നു. ഇനി ഈ ലോഡ് എപ്പോഴും നമുക്കറിയാം ഏതൊരു വസ്തുവിന്റെയും ടോട്ടൽ ലോഡ് ഈസ് സപ്പോസ് ടു ബി ആക്ട് സെൻട്രോഡ് അല്ലേ? അപ്പോൾ ഒരു റെഗുലർ ഫിഗർ ആണെങ്കിൽ അതിന്റെ സെൻട്രോഡ് എവിടെയായിരിക്കും? കറക്റ്റ് നടുക്കായിരിക്കും. സോ ഈ ടോട്ടൽ ലോഡ് നമ്മൾ പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ ദാറ്റ് ലോഡ് വിൽ ബി ആക്ടിംഗ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബീം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു L/2 ഫ്രോം ഐദർ സപ്പോർട്ട്സ്. അതാണ് WL എന്ന് പറയുന്നത്. അപ്പോൾ UDL can be converted to point load by multiplying the span with load intensity per unit length. യൂണിറ്റ് ലെങ്ത്തിലുള്ള ലോഡ് ഇന്റൻസിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സ്പാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ ലോഡ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന യൂണിഫോംലി വേരിയിങ് ലോഡാണ്. ഈ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ UDL പറയുന്നതും യൂണിഫോംലി വേരിയിങ് ലോഡ് പറയുന്നതും നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും ഡെവലപ്പ് മീൻസ് നമ്മൾ വരുന്ന ലോഡിന്റെ ഇന്റൻസിറ്റി W ന്യൂട്ടൺ പെർ മീറ്റർ. അത് ലെഫ്റ്റ് ഇവിടെ നോക്കിയാലും ഒക്കെ നമുക്ക് എന്തായിരിക്കും? W ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുമ്പോൾ അതായിരിക്കില്ല കേസ്. ലോഡിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഈക്വൽ വാല്യൂ വെച്ചായിരിക്കും കൂടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 5 മീറ്റർ ഉള്ള ഒരു ബീമാണ്, അടുത്തൊരു ബീം മീറ്ററിൽ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ അടുത്തതിൽ 4 ആകാം, അടുത്തതിൽ അത് കഴിയുമ്പോൾ 6 ആകാം ഇന്റൻസിറ്റി. അത് നെറ്റാകും. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? ഓരോ പെർ മീറ്ററിലും ലോഡ് വാല്യൂ എത്ര വെച്ച് കൂടുന്നു? 2 കിലോ ന്യൂട്ടൺ വെച്ച് കൂടുന്നു. അപ്പൊ യൂണിഫോം ആയിട്ടായിരിക്കും ലോഡ് വേരി ചെയ്യുന്നത്. അപ്പൊ ഒരു UVL തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ total load will be equal to the intensity of the load, total load will be equal to the area of the loading diagram ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന UVL യൂണിഫോംലി വേരിയിങ് ലോഡ് ഏത് ഷേപ്പിലാണോ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് ആ ഷേപ്പിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് ടോട്ടൽ ലോഡ് കിട്ടും. ഫോർ ദ ടൈം ബീങ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ഇന്റൻസിറ്റി ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ട് വരുന്നത് W ആയിരിക്കും കേട്ടോ, ബേസ് ആയിട്ട് വരുന്നത് L. അപ്പൊ ഹാഫ് ഇൻറ്റു W ഇൻറ്റു L ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് കിട്ടും. ഇനി ഈ ലോഡ് എവിടെ ആക്ട് ചെയ്യുക? സെൻട്രോയിഡിലാണ്. നിങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു ഹൈറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 2/3 ഫ്രം ദ ടോപ്പ്, ബോട്ടത്തിൽ നിന്നാണ് 1/3. നമ്മൾ ഇനി ബേസ് വെച്ചാണ് പറയുന്നതെങ്കിൽ എപ്പോഴും ഓർത്തോണം ഇപ്പൊ ഏരിയ കൂടുതലുള്ളിടത്തായിരിക്കും ലോഡ് കൂടുതൽ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ എപ്പോഴും എവിടെ ആയിരിക്കും? ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ 90 ഡിഗ്രിയുടെ അടുത്തുനിന്ന് അടുത്തോട്ടും മറ്റേ ഇപ്പുറത്തെ എൻഡിൽ നിന്നാണ് അകന്നുമായിരിക്കും കിടക്കുക. അപ്പൊ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ 2/3 അല്ല 1/3 അല്ല എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഡൗട്ട് വരുന്നത് എവിടെ നിന്നാണ് 2/3 എവിടെ നിന്നാണ് 1/3. അപ്പൊ എപ്പോഴും ഓർത്തോണം ഏരിയ കൂടുതൽ അടുത്തോടത്തായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? സെൻട്രോയിഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏരിയ കുറവുള്ളിടത്തുനിന്ന് കൂടുതൽ മാറിയായിരിക്കും ഏരിയ കൂടുതലുള്ളത് കുറച്ച് ഡിസ്റ്റൻസ് ഇതിലോട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ റൈറ്റ് ആംഗിളിന്റെ എൻഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് 1/3 മറ്റേ എൻഡിൽ നിന്ന് എത്രയായിരിക്കും? 2/3 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റിയതിനു ശേഷം WL/2 ഞാൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്? 2/3 അല്ല, ഇവിടെ നിന്ന് 1/3 അല്ല. ഞാൻ ആ പറഞ്ഞ കാര്യം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും വരിക, സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് L ആണെങ്കിൽ ഫ്രം ദിസ് എൻഡ് ടു ദിസ് എൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2/3 ആൻഡ് ഫ്രം ദിസ് എൻഡ് വിൽ ബി ഈക്വൽ ടു 1/3. 90 ഡിഗ്രി വരുന്ന എൻഡിൽ നിന്ന് 1/3 പുറത്തെ എൻഡിൽ നിന്ന് 2/3 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? കേൾക്കാം സർ. ഓക്കെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ ടൈപ്സ് ഓഫ് ബീം പറഞ്ഞു, പിന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലോഡ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് ആണ്. അപ്പൊ സപ്പോർട്ട്സ് നമ്മൾ പറയുമ്പോൾ ഈ സപ്പോർട്ട്സിന്റെ കാര്യങ്ങൾ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് ഇനി അനാലിസിസ്, സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത് ഈ റിയാക്ഷന്റെ ബേസിലാണ്. ഇവിടെ ഞാൻ ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുന്നില്ല, ഞാൻ ഇവിടെ റിയാക്ഷനെ പറയുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുമ്പോൾ ഈ സപ്പോർട്ട്സ് റിയാക്ഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സിൽ ആദ്യത്തെ സിമ്പിൾ സപ്പോർട്ടാണ്. ഓക്കെ,
അപ്പൊ സിമ്പിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാർ പോലത്തെ സംഭവം എടുത്തിട്ട് 2 ഇഷ്ടികയുടെ മേളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ ആ ഇഷ്ടിക കൗണ്ടർ ചെയ്യും. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് റിയാക്ഷൻസ്. എങ്ങനെയായിരിക്കും റിയാക്ഷൻസ് വരിക? നേരെ ബീമിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ മേളിലോട്ടും താഴോട്ടും മേളിലോട്ട് രണ്ടിനും RB കൊടുക്കും. അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് എന്തിനു വേണ്ടി കൊടുക്കുന്ന ആളാണ്? റിയാക്ഷൻസിന് വേണ്ടി കൊടുക്കുന്ന ആളാണ്. റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാകാം? ഹൊറിസോണ്ടലി ആകാം, വെർട്ടിക്കലി ആകാം. അതായത് ഒരു പോയിന്റിൽ ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അബൌട്ട് ദാറ്റ് പോയിന്റ് റൊട്ടേറ്റിംഗ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് 3 രീതിയിലുള്ള മൂവ്മെന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ 3 രീതിയിലുള്ള മൂവ്മെന്റിനെയും പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാ. അപ്പൊ 3 രീതിയിലുള്ള മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അവിടെ 3 റിയാക്ഷൻസ് ഉണ്ടായിരിക്കണം. ഏതൊക്കെയായിരിക്കാം റിയാക്ഷൻ? ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെ തടയുന്ന ആളാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. വെർട്ടിക്കൽ മൂവ്മെന്റിനെ തടയുന്ന ആളാണ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഇനി ഞാൻ വേറൊരു മൂവ്മെന്റ് കൂടി പറഞ്ഞായിരുന്നു, റൊട്ടേഷൻ. ആ റൊട്ടേഷനെ തടയുന്ന ആളിനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഡോർ നമ്മൾ എന്ത് ചെയ്യും? ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെ? പക്ഷെ ആ ഡോർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഡോറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഹൊറിസോണ്ടലി മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, വെർട്ടിക്കലി മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ നമ്മൾ പിടിക്കുന്നിടത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബൌട്ട് മറ്റേ ഫിക്സ് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മൂവ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത് റൊട്ടേഷൻ. ആ മൂവ്മെന്റ് പോസിബിൾ ആകണമെങ്കിൽ ആ സപ്പോർട്ടിൽ എന്നെ ഉണ്ടാവാൻ പാടില്ല? മൊമെന്റ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. മൊമെന്റ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ മൂവ്മെന്റ് പോസിബിൾ അല്ല. അപ്പൊ നമ്മളെപ്പോഴും ചെറിയ ക്ലാസ്സിലൊക്കെ ബിടെക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ് പിൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട്. ആ സപ്പോർട്ടിന് എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ് നമ്മുടെ ഡോറിന്റെ ജോയിന്റ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ എന്താണ്? ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഹൊറിസോണ്ടലി മൂവ് ചെയ്യില്ല, വെർട്ടിക്കലി മൂവ് ചെയ്യില്ല. പക്ഷെ അത് എന്ത് ചെയ്യും? അബൌട്ട് ദാറ്റ് പോയിന്റ് റൊട്ടേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അവിടെ ആ റിയാക്ഷൻ ഇല്ല. ഏത് റിയാക്ഷൻ? മൊമെന്റ് എന്ന് പറയുന്ന റിയാക്ഷൻ ഇല്ല. അതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത് റിഗാർഡിംഗ് റിയാക്ഷൻസ്. ആ ഒരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെയും റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് റോളർ സപ്പോർട്ടാണ്. ഈ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വീൽസ് പോലെ കൊടുത്തിരിക്കുന്ന സാധനം സർക്കുലർ രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് റോളർ എന്ന് പറയുന്നത്. ഈ റോളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോളർ ഉള്ളതുകൊണ്ട് ഈ സപ്പോർട്ടിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ അതിന് ഒപ്പോസ് ചെയ്യുന്ന ആളില്ലെന്നല്ലേ എന്റെ അർത്ഥം. വിച്ച് മീൻസ് ഒരു റോളർ സപ്പോർട്ടിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണുള്ളത്? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല, മൊമെന്റും ഇല്ല. കാരണം എന്താണ്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ലാത്തതിന്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അതിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഈസ് പോസിബിൾ, സോ ദർ ഇസ് നോ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. വെർട്ടിക്കൽ റിയാക്ഷൻസ് ആർ ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ റോളർ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടും കൊടുക്കാം, ഇൻക്ലൈൻഡ് ആയിട്ടും കൊടുക്കാം. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുമ്പോഴും ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുമ്പോഴും എപ്പോഴും ഓർക്കണം, ഇരിക്കുന്ന സർഫസിന് ഏത് പ്രതലത്തിലാണോ ഇത് ഇരിക്കുന്നത് ആ പ്രതലത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ റിയാക്ഷൻ വരുന്നത്. അപ്പോൾ നേരെയാണോ കൊടുക്കുന്നതെങ്കിൽ നേരെ മാർക്ക് ചെയ്യുക, ഇൻക്ലൈൻഡ് ആയിട്ടാണ് റിയാക്ഷൻ ഇരിക്കുന്നതെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും റിയാക്ഷൻ വരിക. ഓക്കെ, അപ്പൊ അതാണ് റോളർ സപ്പോർട്ടിന്റെ പ്രത്യേകത. റോളർ സപ്പോർട്ടിന്റെ കേസിലും സിമ്പിൾ സപ്പോർട്ട് പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും റിയാക്ഷൻ നോർമൽ ടു സർഫസ് ഓൺ വിച്ച് ഇറ്റ് റെസ്റ്റ്. ഏത് സർഫസിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത് ആ സർഫസിലായിരിക്കും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലി ആയിരിക്കും അവിടുത്തെ റിയാക്ഷൻസ് ആക്ട് ചെയ്യുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് സപ്പോർട്ടാണ് ഹിഞ്ചഡ് സപ്പോർട്ട്, അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പിൻഡ് സപ്പോർട്ട്. ഈ സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, നമ്മുടെ ഡോറിന്റെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പിൻഡ് സപ്പോർട്ടാണ്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും വേണ്ടത് എപ്പോഴാ? അവിടെ ആക്ട് ചെയ്യുന്ന ലോഡിനെ ആശ്രയിച്ചിരിക്കും. ഒരു ലോഡ് വെർട്ടിക്കലി മാത്രമേ മൂവ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്നാ റിയാക്ഷൻ കൊടുത്താൽ മതി? വെർട്ടിക്കൽ റിയാക്ഷൻ കൊടുത്താൽ മതി, ഈവൻ ദോ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെമ്പറിനകത്ത് ലോഡ് 2 രീതിയിൽ ആക്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഫിഗറിൽ നോക്കി കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും the load is acting vertically. അപ്പൊ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ ഞാൻ അവിടെ റിയാക്ഷൻ RA എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പൊ ഇതിന് ആരെ കൗണ്ടർ ചെയ്യേണ്ടുള്ളൂ? ഈ RA എന്ന് പറഞ്ഞ റിയാക്ഷൻ മാത്രം കൗണ്ടർ ചെയ്താൽ മതി. ഇവിടെ വേറെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഹൊറിസോണ്ടലി ലോഡ് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ലോഡ് ഇസ് ഇൻക്ലൈൻഡ് അല്ലെ, തീറ്റ ആംഗിളിൽ ചെരിഞ്ഞായിരിക്കുന്നത്. അപ്പൊ തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സംഭവത്തിന് കമ്പോണൻസ് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് കോസ് കമ്പോണന്റും ഒന്ന് സൈൻ കമ്പോണന്റും. അപ്പൊ ഈ കേസിലാണെങ്കിൽ നമ്മുടെ സൈൻ കമ്പോണന്റ് വെർട്ടിക്കലി ഡൗൺവേർഡും കോസ് കമ്പോണന്റ് ഹൊറിസോണ്ടലി ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്നാ സംഭവിച്ചു? വെയിറ്റിനെ 2 കമ്പോണന്റ് ആക്കി മാറ്റി. ഏതൊക്കെ കമ്പോണന്റ്? ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും. അപ്പൊ നമുക്ക്
ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഉള്ളതുകൊണ്ട് ആ രണ്ട് കമ്പോണൻസിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് റിയാക്ഷൻസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ റിയാക്ഷൻസ് കൊടുക്കും? ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊടുക്കും, വെർട്ടിക്കൽ റിയാക്ഷൻ കൊടുക്കും. അപ്പൊ ഹിഞ്ചിന്റെ കേസിൽ ആ വെർട്ടിക്കൽ ആണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസിനെയാണ് ഞാൻ RAHും RAV എന്നും കൊടുത്തിരിക്കുന്നത്. ലോഡ് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണെങ്കിൽ നോ നീഡ് ഓഫ് പ്രൊവൈഡിംഗ് ദാറ്റ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഓൺലി we have to provide the vertical reaction. അപ്പൊ ഇവിടെ രണ്ട് റിയാക്ഷൻ പോസിബിൾ ആണ്, ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും. ഇത് കൂടാതെ ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു പിന്റെ സപ്പോർട്ടിന്റെ പ്രത്യേകത, ആ സപ്പോർട്ടിനെ ആസ്പർ ആക്കിയ സ്ട്രക്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണം എന്താ? ദർ ഇസ് നോ മൊമെന്റ്. അവിടെ മൊമെന്റ് ഉണ്ടാകാത്തതുകൊണ്ടാണ് റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കുന്നത്. ഓക്കെ. And the last support, that is fixed support. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, റൊട്ടേഷൻ ഈസ് പോസിബിൾ അബൌട്ട് ദ ഹിഞ്ച്ഡ് സപ്പോർട്ട്, സോ ദ സപ്പോർട്ട് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ഒപ്പോസിംഗ് മൊമെന്റ്. സപ്പോർട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ഒപ്പോസിംഗ് മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ. അടുത്ത ലാസ്റ്റ് സപ്പോർട്ടാണ് ഫിക്സഡ് സപ്പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സപ്പോർട്ടാണ് ഫിക്സഡ്. അപ്പൊ എൽ നിന്ന് നമുക്ക് പറയാം ഇറ്റ് ഇസ് ഫിക്സഡ് ദർ, വിച്ച് മീൻസ് നോ പോസിബിൾ മൂവ്മെന്റ് അവിടെ ഉണ്ടാവില്ല. ഒരു രീതിയിലും മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കില്ല അവിടെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ മൂവ്മെന്റ് ഒന്നും പോസിബിൾ അല്ലാത്തത്? മൂന്ന് പോസിബിൾ മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്: ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, വെർട്ടിക്കൽ മൂവ്മെന്റ്, റൊട്ടേഷൻ. ഈ മൂന്ന് മൂവ്മെന്റിനെ അത് അവിടെ ഒപ്പോസ് പിടിച്ച് നിർത്തും. Why? It can provide a vertical reaction, it can provide a horizontal reaction, it can provide a moment. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ നോക്കിയാൽ RAH ഒപ്പോസ് ചെയ്യും, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ നോക്കിയാൽ RAV പ്രിവെന്റ് ചെയ്യും. ഇനി ആ ലോഡ് ആ പോയിന്റ് ആസ്പെക്ട് റൊട്ടേറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു മൊമെന്റ് കൊടുത്തിട്ടുണ്ട് MA. ആ MA ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് കറങ്ങുന്നതിന് നേരെ ഓപ്പോസിറ്റ്. ആ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സപ്പോർട്ടിനെ ആസ്പെക്ട് നോക്കി കഴിഞ്ഞാൽ സപ്പോർട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ വിച്ച് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ലോഡ് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ മൊമെന്റിനെ ഒപ്പോസ് ആണ് ആര് ചെയ്യേണ്ടത്? സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ സപ്പോർട്ട് എങ്ങനെയായിരിക്കും മൊമെന്റ് കൊടുക്കേണ്ടത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് മാർക്ക് ദെയർ MA as ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിപെൻഡിംഗ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ലോഡിംഗ് ദ സപ്പോർട്ട് വിൽ ബി ഡെവലപ്പിംഗ് ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ഡിപെൻഡ്സ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ വിൽ ബി ഹാവിംഗ് 3 reactions: horizontal reaction, a vertical reaction and a moment. Okay, that all about regarding supports. അത്രയാണ് സപ്പോർട്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഷിയർ ഫോഴ്സ് എന്താണെന്ന് പറയാം. ഒരു സ്ട്രക്ചറിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ലോഡ് കാരണം ആ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെക്ഷനെ ആ നെറ്റ് ഫോഴ്സ് കാരണം ടിയർ ഓഫ് ചെയ്യും, കീറി പോകുന്നുള്ള രീതിയിൽ പറയും, ടിയർ ഓഫ് ദ സെക്ഷൻ. അതിന് കാരണമാകുന്ന ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ്. ദ ഫോഴ്സ് ദാറ്റ് ഈസ് ട്രൈങ് ടു ഷിയർ ഓഫ് എ സെക്ഷൻ, ഒരു സെക്ഷനെ ടിയർ ഓഫ് ചെയ്യുക, സെക്ഷൻ അത് ബ്രേക്കപ്പ് ചെയ്താവുക, നമ്മൾ പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയും. ആ ഷിയർ ഫോഴ്സ് ഇപ്പൊ നമ്മളൊരു ബീം എടുക്കുകയാണെങ്കിൽ ആ ഷിയർ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ വി ആർ കാൽക്കുലേറ്റിംഗ് ദി ഷിയർ ഫോഴ്സ് ആസ് ദ ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അത് ഇങ്ങനെ വേർഡിങ്സിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല. ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം നിങ്ങൾക്ക്. അപ്പൊ നമുക്കൊരു ബീമാണ് തൊത്തിരിക്കുന്നത്. അപ്പൊ ഈ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു ഒരു പോയിന്റിൽ. അപ്പൊ നമുക്ക് ആദ്യമേ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഷിയർ ഫോഴ്സിന്റെ ഡെഫിനിഷൻ വൈസ് തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഒരു സെക്ഷൻ നമ്മൾ എവിടെയെങ്കിലും ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വരുന്ന ഫോഴ്സുകളുടെ ഓൾജിബ്രിക് സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ രണ്ട് എൻഡിലുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ നടുക്ക് എവിടെയെങ്കിലും ഒരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ അവിടെ ഉള്ള ഒരു ഫോഴ്സ് ആണ് എന്റെ സപ്പോർട്ട് റിയാക്ഷൻ RA. റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ഫോഴ്സ് ആണ് RB. അപ്പൊ RAയും RBയും കിട്ടിയാൽ മാത്രമാണ് എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ്, ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഓക്കെ. ഫോർ ദാറ്റ് നമ്മൾ ആദ്യമേ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസ് മെക്കാനിക്സിൽ നമ്മൾ പറയാറുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് ഉള്ളത്, പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് സിഗ്മ FH അല്ലെങ്കിൽ സിഗ്മ FX ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് ഓൾ ദ ഫോഴ്സ് ആക്ടിങ് അലോങ് Y ഡയറക്ഷൻ, ദാറ്റ് ഈസ് സിഗ്മ FV ഓർ സിഗ്മ FY ഈസ് ഈക്വൽ ടു 0. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ എല്ലാം ഓൾജിബ്രിക് സം 0 ആണ്. അടുത്ത മൂന്നാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ് about any point is equal to 0. ഈ മൊമെന്റ് പറയുമ്പോഴും ഓൾജിബ്രിക് സം എന്ന് എടുത്ത് പറയാൻ കാരണം മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ട്
ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ട്. ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ഡെഫിനറ്റ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ എന്ത് എടുത്തേ പറ്റുള്ളൂ, നെഗറ്റീവ്. ആരും നിർബന്ധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ റൂൾ ഇല്ല ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ഉണ്ട്. നമുക്ക് നേരെ തിരിച്ചെടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ക്ലോക്ക് വൈസ് ഷുഡ് ബി നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മേളിലോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ താഴോട്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. റൈറ്റിലോട്ട് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട് പോസിറ്റീവ്. അത്രേ ഉള്ളൂ. ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷനിൽ നെഗറ്റീവ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉപയോഗിക്കുന്നില്ല. ഏതാണ് ഇക്വിലിബ്രിയം? സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, സം ഓഫ് ഫോഴ്സ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. കാരണം എന്താ, ഇവിടെ എനിക്കുള്ള ഫോഴ്സുകളെല്ലാം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കേണ്ട കാര്യമില്ല, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, രണ്ടാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു 0. അപ്പൊ സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് അലോങ് വൈ ഡയറക്ഷൻ. അപ്പൊ ആർ എ മേളിലേക്ക്, ആർ ബി മേളിലേക്ക്, അത് രണ്ടും ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പൊ താഴോട്ട് വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? 10, പിന്നെ യു ഡി എൽ ആണ്. യു ഡി എല്ലിനെ ടോട്ടൽ ലോഡ് ആക്കാൻ മാറ്റാൻ വേണ്ടി 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആർ എ പ്ലസ് ആർ ബി നമ്മൾ എഴുതുമ്പോൾ -10 -15 ഈക്വൽ ടു 0 എന്നാണ് വരിക. ബിക്കോസ് മേലോട്ട് ഞാൻ പോസിറ്റീവ് എടുത്തു, താഴോട്ട് നെഗറ്റീവ് ആയതുകൊണ്ട്. അത് ഈക്വൽ ടു അപ്പുറം പോകുമ്പോഴാണ് അത് 10 + 15 എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണ്. ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 25 കിലോ ന്യൂട്ടൺ കിട്ടും. ഇനി നമ്മൾ അടുത്ത ഇക്വിലിബ്രിയം, അപ്പൊ നമുക്ക് 2 അൺനോൺസ് ഉണ്ടെങ്കിൽ വി നീഡ് 2 ഇക്വേഷൻ ടു സോൾവ് ദോസ് 2 വാല്യൂസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുന്നതാണ് മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഫോർ ദ ടൈം ബീങ് ഞാൻ എയിലേക്കാണ് മൊമെന്റ് എടുക്കുന്നത്. എയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ 10 × 1. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കേട്ടോ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ 10 × 1 പ്ലസ് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 15 ആണ്. 3 × 5 15. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുക? ആ 3ന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും. അപ്പൊ നമ്മൾ എയിന്റെ ആ സെന്ററിലോട്ട് വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 + 1 + 1.5 വരും. 1 + 1 + 1.5 will be getting 3.5. So 15 × 3.5. അതും എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ്. ഇനി അടുത്ത ഫോഴ്സ് എന്താണ്? ആർ ബി. ആർ ബിയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ആർ ബി × 5. അത് മൈനസ് കൊടുത്തതിന്റെ കാരണം വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് റൊട്ടേറ്റ് നോക്കിയാൽ മനസ്സിലാക്കാം. 10 ക്ലോക്ക് വൈസ്, 15 ക്ലോക്ക് വൈസ്. ആർ ബി എങ്ങനെ ആയിരിക്കും? ആന്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് അത് മൈനസ് വന്നത്. സോ മൈനസ് ആർ ബി ഈസ് ഈക്വൽ ടു 0. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ആർ ബി. You will be getting the value for RB. RB is equal to 12.5 എന്ന് കിട്ടും. ദെൻ മറ്റേ ഇക്വേഷൻ കൊടുക്കുമ്പോൾ RA കിട്ടും. അപ്പൊ നമുക്ക് RA RB അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷിയർ ഫോഴ്സിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ഐദർ ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആണോ നമ്മൾ ഡെഫിനിഷൻ വൈസ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു സൈൻ കൺവെൻഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബീം എടുത്തു, എന്നിട്ട് ബീമിന്റെ അകത്ത് ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു ലോഡ് നോക്കുകയെന്ന് വെച്ചു. ഇപ്പൊ സപ്പോസ് ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഇനി ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷൻ, അതായത് സെക്ഷന്റെ ലെഫ്റ്റും റൈറ്റും ഈ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഇത്. ഓക്കെ, ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് മൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡ് എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. ഇതിന് നേരെ തിരിച്ച്, അതായത് ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡും റൈറ്റ് സൈഡ് അപ്വേർഡ് മൂവ് ചെയ്യാം. ഈ നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന നോർമലി എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഫോളോ ചെയ്യുന്ന ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് സെക്ഷന്റെ ലെഫ്റ്റ് അപ്വേർഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോഡ് കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് മേളിലോട്ടാണ് മൂവ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ, മേളിലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു മെമ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ആരോ മേലിന് താഴോട്ടാണെങ്കിൽ ആ ആരോ അതൊരു ഫോഴ്സ് ആണെങ്കിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും? താഴോട്ട്. താഴേന്ന് മേളിലേക്കാണെങ്കിലോ ഫോഴ്സ് എങ്കിൽ അത് മേളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അതാണ് മേളിലോട്ടോ താഴോട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷന്റെ ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക, രണ്ടുകൂടെ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എപ്പോഴും ഇത് ഓർത്താൽ സെക്ഷന്റെ ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ്, സെക്ഷന്റെ ലെഫ്റ്റ് അപ്വേർഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഇനി ആ ഒരു രീതി വെച്ചിട്ട് നമ്മളിവിടെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പറയുന്നത്. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. ഓക്കെ, നമ്മള് ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുന്നത് എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ആട്ടോ. അപ്പൊ നമുക്ക് ഈ സെക്ഷന്റെ ലെഫ്റ്റിലോട്ട് നോക്കാം, റൈറ്റിലോട്ട് നോക്കാം. ആദ്യം ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറയാം. അപ്പൊ ലെഫ്റ്റിലോട്ട് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് കാണുന്നത് നോക്കാം. ഒന്ന് 12.5 ഒന്ന് 10 ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കാം. ഇനി ആ ഫോഴ്സുകളിലേക്ക് എന്ത് സമം വേണ്ടേ? ഓൾജിബ്രിക് സം എന്നാണ് പറയുന്നത്. ഈ ഓൾജിബ്രിക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു കൺസിഡർ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് സൈൻ. അതിന്റെ സൈനും നോക്കണം, മാഗ്നിറ്റ്യൂഡ് നോക്കണം. ഇനി ഈ 12.5 മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ,
ഈ 12.5 മാത്രമാണ് ഇവിടെ ഉള്ളെങ്കിൽ ഈ 12.5 കാരണം ഈ സെക്ഷന്റെ ലെഫ്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, മേളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ 12.5 എന്നാണ് എടുക്കാം, പോസിറ്റീവ് എടുക്കാം. അടുത്ത ഫോഴ്സ് നോക്കിയാൽ 10 മാത്രം ആ സെക്ഷനിൽ പ്ലേസ് ചെയ്തേ. ആ 10 കാരണം എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ സെക്ഷൻ താഴോട്ട് മൂവ് ചെയ്യും. അപ്പൊ നോക്കിയേ, സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് 10 കാരണം എങ്ങോട്ടാ മൂവ് ചെയ്യണേ, താഴോട്ടാ മൂവ് ചെയ്യണേ. 12.5 കാരണം എങ്ങോട്ടാ മൂവ് ചെയ്യണേ, മേളിലേക്കാ മൂവ് ചെയ്യണേ. അപ്പൊ സെക്ഷന്റെ ലെഫ്റ്റ് അപ്പോഴും മേളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ്. അതുകൊണ്ട് 12.5 പോസിറ്റീവും 10 നെഗറ്റീവ് ആയിരിക്കും. അത് നോക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2.5 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്തിരിക്കുന്ന സെക്ഷൻ ആസ്പദമാക്കി നമ്മൾ നോക്കിയാൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും, 2.5 കിലോന്യൂട്ടൺ. ഒരു സെക്ഷൻ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിയാലും റൈറ്റിൽ നിന്ന് നോക്കിയാലും വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വാല്യൂ ഫോർ ഷിയർ ഫോഴ്സ്. അപ്പൊ ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് 2.5 കിട്ടി. അപ്പൊ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടണം, 2.5 തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാം. സോ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ യു ക്യാൻ സീ അവിടെയുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12.5 ഉണ്ട്, പിന്നെ എന്നാ ഉള്ളത് 5 കിലോന്യൂട്ടൺ ഉണ്ട്. 5 കിലോന്യൂട്ടൺ കാരണമുള്ള ടോട്ടൽ ലോഡ് എത്രയാ, 5 × 3 15 ആണ്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 15 കിലോന്യൂട്ടൺ വരും. ഓക്കെ, ഇനി നിങ്ങൾ ആ സെക്ഷൻ്റെ അകത്ത്, അതായത് റൈറ്റ് സൈഡിൽ ആദ്യമേ 15 വെക്കുക. 15 വെക്കുമ്പോൾ 15 എങ്ങോട്ടാ മൂവ് ചെയ്യും, 15 കാരണം ആ സെക്ഷൻ എങ്ങോട്ട് മൂവ് ചെയ്യും, സെക്ഷൻ എങ്ങോട്ട് മൂവ് ചെയ്യും, താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം സെക്ഷന്റെ റൈറ്റ് സൈഡ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യണേ, മേളിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ അത് ഏത് കേസാ, പോസിറ്റീവ്. സോ വി ഹാവ് ടേക്കൺ പോസിറ്റീവ് 15. ഇനി 12.5 നോക്കുക. ഈ 12.5 കാരണം ഈ സെക്ഷന്റെ റൈറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, മേളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് എങ്ങടാ, താഴോട്ട്. സെക്ഷന്റെ ലെഫ്റ്റ് താഴോട്ടാണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് -12.5. സോ ഓൾ ടുഗദർ 15 - 12.5 യു വിൽ ബി ഗെറ്റിംഗ് 2.5. ഇൻ ബോത്ത് ദ കേസസ് യു ഗെറ്റ് ദ സെയിം വാല്യൂ. ദാറ്റ് മീൻസ് ഷിയർ ഫോഴ്സ് അബൌട്ട് എനി സെക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ഷിയർ ഫോഴ്സ്. ഇതാണ് ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ. സെക്ഷന്റെ ലെഫ്റ്റ് അപ്വേർഡ് പോസിറ്റീവ്. ഇതിനാണ് ഷിയർ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ആ ഒരു 2.5 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2.5 ആയിരിക്കും. ആ ഫോഴ്സ് ആയിരിക്കും ആ സെക്ഷൻ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യൽ, ടിയർ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയർ ഫോഴ്സ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. Okay, so coming to bending moment, bending moment by definition wise we can say bending moment എന്ന് പറയുന്നത് it is a factor that mean force, അല്ലെങ്കിൽ it is bending moment is a moment which cause അല്ലെങ്കിൽ which try to bend a section, ഒരു സെക്ഷനെ ബെൻഡ് ചെയ്യിപ്പിക്കുക, വളയ്ക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്തതുപോലെ തന്നെ ഓൾജിബ്രിക് സം എടുക്കും. അബൌട്ട് ലെഫ്റ്റ് ടുവേർഡ്സ് ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ആ സെക്ഷന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള ഫോഴ്സ് അല്ല ഓൾജിബ്രിക് സം നമ്മൾ എടുക്കും. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് ഈസ് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾജിബ്രിക് സം ഓഫ് മൊമെന്റ്സ് ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. സെക്ഷന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഓൾജിബ്രിക് സമ്മിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ബെൻഡിങ് മൊമെന്റ്. നമ്മൾ സാധാരണ പറയുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയും. അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ടേമാണ് സാഗിങ് മൊമെന്റ്, ഹോഗിങ് മൊമെന്റ്. ഇത് ഞാൻ ആ ടെൻഷനും കംപ്രഷനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ മേളിൽ കംപ്രഷൻ താഴെ ടെൻഷൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇത്. നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ ലെങ്ത് കുറയും, ചിലടത്ത് ലെങ്ത് കൂടും, പക്ഷെ അവിടെ അന്ന് ഫിഗർ എനിക്ക് ഉണ്ടായില്ല. അപ്പൊ ഇവിടെ നോക്കി ഞാൻ ഒന്നുകൂടെ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ബീമിന്റെ അകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ബീം രണ്ട് രീതിയിൽ ബെൻഡ് ചെയ്യാം. ഒന്നെങ്കിൽ താഴോട്ട് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മേളിലോട്ട് ബെൻഡ് ചെയ്യാം. താഴോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മേളത്തെ ഫൈബേഴ്സിന്റെ ഒക്കെ ലെങ്ത് കുറഞ്ഞു, താഴെ ലെങ്ത് കൂടി. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുമ്പോൾ ടോപ്പിലെ കംപ്രഷൻ, ബോട്ടത്തിലെ ടെൻഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യത്തെ രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ, താഴോട്ടാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സാഗിങ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സാഗ് ചെയ്യാന്ന് പറയും ബീം, സാഗ് SAG കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എപ്പോഴും സാഗിങ് മൊമെന്റ് പോസിറ്റീവ്, SS എന്ന് ഓർത്തിരുന്നാൽ ചിലപ്പോൾ കിട്ടും, പോസിറ്റീവ് സാഗ്. ഓക്കെ, ദെൻ അടുത്തത് ഹോഗിങ് മൊമെന്റ് ആണ്. ഹോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ മേളിലോട്ടായിരിക്കും ബെൻഡ് ചെയ്യുക. അതിന്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോപ്പിൽ ലെങ്ത് കൂടും, ബോട്ടത്തിൽ ലെങ്ത് കുറയും. ദാറ്റ്സ് വൈ ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ എന്തായിരിക്കും, കംപ്രഷനും ആയിരിക്കും. അങ്ങനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോഗിങ് മൊമെന്റ്. സാധാരണ രീതിയിൽ സാഗിങ് മൊമെന്റ് പോസിറ്റീവും ഹോഗിങ് മൊമെന്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേൾക്കാം സർ. ഓക്കെ, ഇനി നമുക്ക് ഒരു സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കൃത്യം ഒരു എന്താ പറയാ, ഏത് പോയിന്റിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ലെഫ്റ്റിലോ റൈറ്റിലോട്ടോ വരുന്ന ഫോഴ്സുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ ഡിസ്റ്റൻസിന് സിഗ്നിഫിക്കൻസ് ഇല്ല. എന്ന് വെച്ചാൽ സെക്ഷന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് മാത്രം മതി. പക്ഷെ മൊമെന്റിന്റെ ഡെഫിനേഷൻ വൈസ് നമുക്കറിയാം എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ആണ്.
അപ്പൊ എന്തുണ്ട്, ഡിസ്റ്റൻസിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഒരു സെക്ഷൻ എടുത്തു, ആ സെക്ഷന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ രണ്ടും അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ്, ആ രണ്ടിന്റെ വാല്യൂ സെയിം കിട്ടുമോ, നിങ്ങൾ അവിടെ നിന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോ ലെഫ്റ്റിലോട്ടാണ് നോക്കുന്നത്. അപ്പൊ ലെഫ്റ്റിലോട്ട് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് സെക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സെക്ഷന്റെ മൊമെന്റ് എടുക്കുകയാണ്. മൊമെന്റ് എടുക്കുന്നത് ലെഫ്റ്റിൽ നോക്കിയാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ എപ്പോഴും മൊമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെന്റ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടായിരിക്കും എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആറേ അല്ല, നമ്മൾ സെക്ഷനിലോട്ടായിരിക്കണം എപ്പോഴും മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ സെക്ഷൻ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കുക. 12.5 ഉണ്ട്, 10 ഉണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആ സെക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു ബീം, നിങ്ങൾ ഒരു സെക്ഷൻ, എന്നിട്ട് ആ സെക്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ബീമിന്റെ താഴെ നിന്ന് 12.5 ആക്ട് ചെയ്യാം. അപ്പൊ ആ സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് താഴെ നിന്ന് നമ്മളൊരു 12.5 എടുത്ത് പ്രസ് ചെയ്താൽ, അങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ആ ബീം എങ്ങനെ ബെൻഡ് ചെയ്യുക, സാഗ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഇങ്ങനെ ബെൻഡ് ചെയ്യുള്ളൂ. ആ ഫിക്സ് ചെയ്യുന്ന പോർഷൻ, നമ്മൾ കൊടുക്കുന്ന പോർഷൻ അങ്ങോട്ട് പോകും, മേലോട്ട് പോകും. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ബെൻഡ് ചെയ്യുള്ളൂ, അതായത് മേലത്തെ പോലെ. അപ്പൊ നമുക്ക് അത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് വൈ 12.5 ആണ് ഫോഴ്സ്. ഡിസ്റ്റൻസ് എത്രയാ, എക്സ്. ദാറ്റ്സ് വൈ 12.5 ഇൻറ്റു എക്സ് കൊടുത്തിരിക്കുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, 10ന്റെ മൊമെന്റ് നോക്കണം. 10ന്റെ മൊമെന്റ് എങ്ങോട്ട് നോക്കണം, സെക്ഷനിലോട്ട് നോക്കണം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ഫിക്സ് ചെയ്ത് വെച്ചു. സെക്ഷൻ ലെഫ്റ്റിലോട്ട് ഒരു ബീമിന്റെ പോർഷൻ ഉണ്ട്. എന്നിട്ട് അതിന്റെ മേളിൽ നിന്ന് ഒരു 10 ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ അത് എങ്ങനെ ബെൻഡ് ചെയ്യുള്ളൂ, മേളിലോട്ടേ ബെൻഡ് ചെയ്യുള്ളൂ. ആ ബെൻഡിങ്ങിനെ പറയുന്ന പേരാണ് ഹോഗിങ് മൊമെന്റ്. ഇനി ഹോഗിങ് മൊമെന്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ -10. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡിസ്റ്റൻസ് ആ വേണ്ടത്. 10 തൊട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്, ഡൗട്ട് അടിക്കരുത്. ആ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ആ 10 കിലോമീറ്റർ കൊടുത്ത UDL തുടങ്ങുന്നോടെ വരെയുള്ള ദൂരമാണ് 1 മീറ്റർ. നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം സിമ്പിൾ ആണ്. സ്റ്റാർട്ടിങ് മുതൽ സെക്ഷൻ വരെയുള്ള ദൂരം എക്സ്, ഇവിടുന്ന് സെക്ഷൻ വരെയുള്ള ദൂരം 1. അപ്പൊ എക്സിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ദൂരം കിട്ടും. ഫോർ ദാറ്റ് you will be having the equation as 10 into x minus 1. അവിടെ മൈനസ് സൈൻ കൊടുത്തതിന്റെ കാരണം എന്താണ്, അത് ഹോഗിങ് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്നുള്ള ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി റൈറ്റിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, റൈറ്റിലോട്ട് നോക്കുമ്പോൾ അവിടെയുള്ള ഫോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യു ആർ ഹാവിംഗ് RB, ദാറ്റ് ഈസ് 12.5. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, UDL ഉണ്ട്. അപ്പൊ UDLന്റെ ഇന്റൻസിറ്റി നമ്മൾ UDL ഉണ്ട്, 12.5 ഉണ്ട്. അപ്പൊ 12.5ലെ മൊമെന്റും UDLന്റെ മൊമെന്റും നമ്മൾ ഈ സെക്ഷനിലോട്ട് എടുക്കുകയാണെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ സെക്ഷനിലോട്ട് എടുക്കുമ്പോൾ 12.5 ഇൻറ്റു എക്സ് ആയിരിക്കും ഡിസ്റ്റൻസ്. ഇനി നേരത്തെ പോലെ തന്നെ ചിന്തിക്കുക, സെക്ഷനിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി റൈറ്റ് സൈഡിൽ ഒരു ലോഡ് RB മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ബെൻഡ് ചെയ്യും, സാഗ് ചെയ്യുള്ളൂ. ദാറ്റ്സ് പോസിറ്റീവ് 12.5 ഇൻറ്റു എക്സ്. ഇനി സെക്ഷനിൽ ഇത്ര മാറി 5 ഇൻറ്റു 3 15 ആണ് UDL. അത് കൊടുത്തു കഴിഞ്ഞാൽ അബൌട്ട് ദാറ്റ് സെക്ഷൻ അത് എങ്ങനെ ബെൻഡ് ചെയ്യുള്ളൂ, മേളിലോട്ടേ ബെൻഡ് ചെയ്യുള്ളൂ. മേളിലോട്ട് ബെൻഡ് ചെയ്തു, അതിനെ ഹോഗിങ് എന്ന് പറയും. അപ്പൊ അത് മൈനസ് ആയിരിക്കും. അപ്പൊ 12.5 ഇൻറ്റു എക്സ് മൈനസ് 15 ഇൻറ്റു എക്സ് മൈനസ് 1.5. ആ എക്സ് മൈനസ് 1.5 എന്ന് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. റൈറ്റ് എൻഡിൽ നിന്ന് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്. നമ്മൾ 5 ഇൻറ്റു 3 15 എന്ന് പറയുന്ന ആളെ എവിടെ ആക്ട് ചെയ്യുന്നത്, 3യുടെ കറക്റ്റ് സെന്ററിൽ. അപ്പൊ ബി തൊട്ട് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ദൂരം 1.5. ബി തൊട്ട് സെക്ഷൻ വരെയുള്ള ദൂരം എക്സ്. അപ്പൊ എക്സിൽ നിന്ന് 1.5 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ എക്സ് മൈനസ് 1.5 കിട്ടും. ഇനി ഇതിപ്പോ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് എഴുതിയില്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മൊമെന്റ് കാണണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് ആ സെക്ഷൻ നമ്മൾ ഏതൊക്കെ പോയിന്റ് ഇടയിൽ 10നും 5നും ഇടയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റിലെ മൊമെന്റ് എവിടെ നിന്ന് വേണ്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ലെഫ്റ്റിൽ നിന്നോ റൈറ്റിലോട്ടോ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, എക്സിന്റെ വാല്യൂ 1 കൊടുത്ത് നോക്കുക ലെഫ്റ്റിൽ നിന്ന്. അതേ എക്സിന്റെ വാല്യൂ റൈറ്റ് സെക്ഷനിൽ നിന്ന് 4 കൊടുക്കുക. കാരണം എന്താ, ആ 10 എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആണെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 മീറ്റർ മാറിയാണ്, റൈറ്റ് എൻഡിൽ നിന്ന് എത്ര മീറ്റർ മാറിയ 4 മീറ്റർ. അപ്പൊ റൈറ്റ് എൻഡിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അത് എക്സിന് 4 എന്നും ലെഫ്റ്റ് എൻഡിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ അത് എക്സിന് 1 എന്നും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വാല്യൂ, വിച്ച് മീൻസ് ബെൻഡിങ് മൊമെന്റ് അബൌട്ട് എനി സെക്ഷൻ വിൽ ബി കോൺസ്റ്റന്റ്, ഐ മീൻ ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റിൽ നോക്കിയാലും റൈറ്റിൽ നോക്കിയാലും യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം വാല്യൂ ആയിരിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഷേപ്പുകളുടെ ബെൻഡിങ് മൊമെന്റും അതിന്റെ ഷെയർ ഫോഴ്സും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വേഷൻ. അപ്പൊ അത് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്ത് വരയ്ക്കുന്നതാണ്. ഓരോ സെക്ഷൻ എടുത്തിട്ട് ഡെറിവേഷൻ ഒന്നും നമ്മളിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡെറിവേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ മാത്രം മതി. അപ്പോൾ സംഭവം എങ്ങനെയാണുള്ളത്,
ഡെറിവേഷനുള്ള ഒരു ലോജിക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഷിയർ ഫോഴ്സ് എങ്ങനെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും, എന്നിട്ട് ആ സെക്ഷനിലോട്ടുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതും, ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷനകത്തൊക്കെ എക്സ് എന്ന വേരിയബിൾ വന്നിട്ടുണ്ടല്ലോ, ആ എക്സിന്റെ പവർ നോക്കും നമ്മൾ എഴുതുമ്പോൾ. അപ്പൊ ആ പവർ നോക്കി കഴിയുമ്പോൾ ആ പവർ ഫസ്റ്റ് 1 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ എഴുതി തൊട്ട് മുന്നേ ചെയ്ത കേസിൽ എക്സിന്റെ പവർ 1 ആയിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡിഗ്രി ആണ് വേരിയബിളിന്റെ പവർ വരുന്നെങ്കിൽ അതിന്റെ വേരിയേഷൻ അല്ല ലീനിയർ വേരിയേഷൻ എന്ന് പറയും. സെക്കൻഡ് ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ പാരാബോളിക് വേരിയേഷൻ എന്ന് പറയും. തേർഡ് ഡിഗ്രി ആണെങ്കിൽ ക്യൂബിക് പാരാബോള എന്ന് പറയും. അപ്പൊ നമുക്ക് ഓരോ കേസിലും ഉള്ള ഇക്വേഷനും അതിന്റെ മാക്സിമം വാല്യൂ ആണ് പറയുന്നത്. ഒരു 7-8 കേസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ഫിഗറും അതിന്റെ വാല്യൂസും പറഞ്ഞിട്ടുണ്ട്, വേരിയേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കേസ് കാൻഡിലിവർ ആണ്. കാൻഡിലിവറിന്റെ കേസിൽ ലോഡിന്റെ ഇന്റൻസിറ്റി W ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് ലെഫ്റ്റ് എൻഡിൽ നിന്ന്, നമ്മളിപ്പോ ഫ്രീ എൻഡിൽ നിന്ന് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന വെച്ചോ, ആ സെക്ഷൻ മൂവ് ചെയ്ത് ഇങ്ങേറ്റത്ത് സപ്പോർട്ട് വരെ എത്തിയാലും വേറെ ലോഡൊന്നും അവിടെ കയറി വരുന്നില്ല. എത്രയായിരിക്കും? W തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? W ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഷിയർ ഫോഴ്സ് W എന്ന് കൊടുത്തിരിക്കുന്നതും നെഗറ്റീവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ അവിടെ ഒരു സൈനിലൊരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മളൊരു സെക്ഷൻ എടുത്തിട്ട് നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. അത് ഞാൻ കറക്റ്റ് ചെയ്തോളാം നോട്ട് വരുമ്പോൾ. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ W ആണ് ലോഡ് റൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോഡ് W ആണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ലോഡ് ത്രൂ ഔട്ട് ദ സെക്ഷൻ എത്ര തന്നെ ആയിരിക്കും? W തന്നെ ആയിരിക്കും. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഓർത്തോളുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോഴ്സ് W, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആണ്. ഓക്കെ, നമ്മളൊരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ ആ സെക്ഷനിലോട്ടുള്ള ദൂരം X ആണ്. അപ്പൊ വേരിയബിളിന്റെ പവർ എത്രയാ? 1 ആണ്. അപ്പൊ വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ അത് എങ്ങനെ വേരി ചെയ്യുള്ളൂ? സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും വേരി ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ലീനിയർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് എവിടെ കിട്ടും? ഫ്രീ എൻഡിൽ നിന്നാണ് നമ്മൾ X കൺസിഡർ ചെയ്തിരിക്കുന്നത്. എക്സിന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ എത്രയാ? L. അപ്പൊ W ഇൻറ്റു X എന്നാണ് എഴുതിയിരിക്കുന്നത്. മാക്സിമം ആകുമ്പോൾ എത്ര ആയിരിക്കും? X, L ആകും. അപ്പൊ W ഇൻറ്റു L വരും. അപ്പൊ അതാണ് WL എന്ന് പറയുന്നത്. ഇനി അടുത്തത് UDL ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ആയിരിക്കും WL വരിക. കാരണം ഇവിടുത്തെ ലോഡ് നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ തൊട്ട് മുന്നേ W എന്ന് എഴുതിയ സ്ഥലത്ത് ഇവിടെ എന്ത് വരും? W ഇൻറ്റു X എന്ന് വരും. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ ലോഡ് വാല്യൂ എന്ന് പറയുന്നത് W ഇൻറ്റു X വരും. അപ്പൊ അത് ഫസ്റ്റ് ഡിഗ്രി ആയിപ്പോയി ഇക്വേഷൻ. അപ്പൊ അത് എന്ത് വരും? ലീനിയർ ആയിട്ട് വരും. ഇനി അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എഴുതുമ്പോഴേ ഓൾറെഡി WX ഉണ്ട് ഫോഴ്സ്. ഇനി ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു X കൂടെ വരുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ X ഇൻറ്റു X എന്ത് വരും? X സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഏത് വേരിയേഷൻ ആയിരിക്കും? പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ WL, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ WL²/2. ആദ്യമേ കൊടുത്തിരിക്കുന്ന SFD, രണ്ടാമത് കൊടുത്തിരിക്കുന്ന BMD വാല്യൂ ആണ് WL²/2 എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന പാരാബോള ഒരു UVL ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് നമുക്ക് ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 1 മിനിറ്റ് ഇല്ലല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെറിവേഷനിൽ അതിൽ സിഗ്നിഫിക്കൻസ് ഇല്ല, വാല്യൂസ് മെമ്മറൈസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിന്റെ വേരിയേഷന്റെ ഷേപ്പും മെമ്മറൈസ് ചെയ്യുക. പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു UDL തന്നു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് നോക്കാം. എങ്ങനെയാണ്? UDL ആണ്. അപ്പൊ UDL ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുമ്പോൾ W ഇൻറ്റു X വരും. കാരണം എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ X വന്നു, Xന്റെ പവർ വന്നു. അപ്പൊ അത് ലീനിയർ വേരിയേഷൻ ആണുള്ളത് നമുക്ക് എത്തും. പിന്നെ മൊമെന്റ് നോക്കുമ്പോൾ UDL ആണെങ്കിൽ WX ഉണ്ട് ലോഡ്. അപ്പൊ നമുക്ക് മൊമെന്റ് ആക്കണമെങ്കിൽ എന്ത് വരും? ഡിസ്റ്റൻസ് കൊണ്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ പിന്നെ ഒരു X വരും. അപ്പൊ X ഇൻറ്റു X എന്താ? X² വരും. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? പാരാബോളിക് വേരിയേഷൻ. അങ്ങനെ നമുക്ക് ടിപ്സ് വെച്ച് ഷേപ്പ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റും. വാല്യൂസ് നമ്മൾ എന്തായാലും പഠിച്ചേ വെക്കണം. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ ആണെങ്കിൽ WL/2 ആണ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. അതിന്റെ പാരാബോളിക് വേരിയേഷൻ ആയിരിക്കും. ദെൻ WL²/6 ആയിരിക്കും എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ്. അതിന്റെ വാല്യൂ WL²/6. അത് പരാബോള തന്നെ ആയിരിക്കും. ആ പരാബോളയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യൂബിക് പരാബോള എന്ന് പറയും. ഇത് മൂന്നുമാണ് കാൻഡിലിവറിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ കറക്റ്റ് നടുക്ക് ഏറ്റവും സെന്ററിൽ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, W ആണ് അവിടുത്തെ ലോഡ്, കറക്റ്റ് നടുക്കായിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ലോഡ് കറക്റ്റ് നടുക്കാണെങ്കിൽ നമുക്ക് 2 സപ്പോർട്ട് ഉണ്ട്. 2 സപ്പോർട്ട് എത്ര വീതം എടുക്കും? പകുതി വീതം എടുക്കും, സിമെട്രിക്കൽ ആയതുകൊണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് അതിന്റെ താഴെ സപ്പോർട്ട് റിയാക്ഷൻസ് W/2 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട്, അതായത് ഇപ്പൊ നമ്മള് ലെഫ്റ്റ് സപ്പോർട്ടിനും ലോഡിനും ഇടയിൽ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ആ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് W/2 അല്ലെ ലോഡ്,
ആ W/2 കാരണം എങ്ങോട്ട് മൂവ് ചെയ്യും? സെക്ഷനെ ലെഫ്റ്റ് അപ്വേർഡ് ആയിരിക്കും. അപ്പൊ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് എവിടം വരെ അതുപോലെ തന്നെ വരും? W വരെ അതുപോലെ തന്നെ വരും. എപ്പോഴാണ് ഷിയർ ഫോഴ്സ് മാറുന്നത്? വേറൊരു ഫോഴ്സ് കയറി വരുമ്പോൾ. അപ്പൊ നമ്മൾ W/2 ലെഫ്റ്റ് എൻഡിൽ നിന്ന് W വരെ W/2 ആയിരിക്കും. അവിടെ എത്തിക്കഴിയുമ്പോൾ നോക്കി W താഴോട്ട്, അപ്പൊ അതെന്ത് വരും? -W വരും. അപ്പൊ W/2 -W വരുമ്പോൾ -W/2 വരും. അതുകൊണ്ടാണ് ഒറ്റ താഴോട്ട് പോയേക്കുന്നത്. അത് പിന്നെ അങ്ങേയറ്റത്ത് വരുമ്പോൾ ലാസ്റ്റ് എൻഡിൽ എത്തുമ്പോൾ W/2 + W/2 സപ്പോർട്ട് 0 ആയിട്ട് മാറും. അങ്ങനെയാണ് ആ വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും ടിൽ വിച്ച് പോയിന്റ് വരെ? ലോഡ് വരെ. അത് കഴിഞ്ഞാൽ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടെൻഡിലും ഒരെണ്ണിലും പോസിറ്റീവും ഒരെണ്ണിലും നെഗറ്റീവും വരും. ദെൻ ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ട്രയാങ്കുലർ വേരിയേഷൻ ആയിരിക്കും. ട്രയാങ്കുലർ വേരിയേഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ സെന്ററിലായിരിക്കും. നിങ്ങൾക്ക് അറിയാം, സിംപ്ലി സപ്പോർട്ടഡ് ബീം നിങ്ങൾ ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ലോഡ് ആക്കി ചെയ്യുന്ന പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെന്റ് കൂടുതൽ വരിക. അപ്പൊ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലും സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ എവിടെ കിട്ടും? നിങ്ങൾക്ക് സെന്ററിൽ കിട്ടും. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, WL/4. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WL/4 ആയിരിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. Maximum bending moment developed in the case of a simply supported beam carrying a UDL is equal to, okay, WL/4. Fine. Then അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ തന്നെ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ലോഡ് എവിടെയാ? കറക്റ്റ് സെന്ററിലല്ലേ കൊടുത്തത്? കറക്റ്റ് സെന്ററിലാണ് കൊടുത്തത്. ഇനി അടുത്ത കേസിൽ ഞാൻ പറഞ്ഞത് ആ ലോഡ് സെന്ററിലല്ലാതെ അൺസിമെട്രിക്കൽ ആയിട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എയും റൈറ്റ് എൻഡിൽ നിന്ന് ബിയും ആണെങ്കിൽ, അപ്പൊ ഇതൊന്ന് ഓർത്തോളൂ. ലെഫ്റ്റ് എൻഡിൽ നിന്ന് എയും റൈറ്റ് എൻഡിൽ നിന്ന് ബിയും ആണെങ്കിൽ ആ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ച് നമുക്ക് ആകെ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. സ്പെഷ്യലി എയ്ഡ് എക്സാമിനൊക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ നല്ല മീൻസ് നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്ന എക്സാം ആണെങ്കിൽ അതുപോലെ നമ്മൾ ഫുള്ള് വായിച്ചെത്തുക എന്ന് പറയുന്നത് തന്നെ ഇതായിരിക്കും. കാരണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, കിട്ടാത്തതാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയം വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോർമുലാസ് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അത് ഒറ്റ തവണ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറന്നു പോകും സ്വാഭാവികമായിട്ടും. പലതവണ നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് വരും. പിന്നെ നമുക്ക് ഓർമ്മ കിട്ടും. ഈ കേരള PSCയിലെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് കൺസെപ്റ്റ് അറിയുന്നതിനേക്കാളും കൂടുതൽ മെമ്മറി എന്ന് പറയുന്നത്. കാരണം നമ്മൾ പല കാര്യങ്ങളും പല സമയത്തായിട്ട് ഓർത്ത് വെക്കും, പക്ഷെ നമുക്ക് എക്സാമിന്റെ സമയത്ത് ഓർമ്മ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ ഏറ്റവും കൂടുതലാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന, അപ്പൊ നമുക്ക് നെഗറ്റീവുകൾ മാക്സിമം കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ വൺസ് ഇൻ എ വൈൽ എപ്പോഴേലും വായിച്ചൊരു കാര്യം ഇതായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും ഞാനും നിങ്ങളും പോയി ബബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പക്ഷെ നമ്മളത് മീൻസ് കുറെ നാൾ മുന്നേ ആയിരിക്കും, ഏകദേശം ഒരു 50-50 അല്ലെങ്കിൽ 75-25 എന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് എന്താ ബബിൾ ചെയ്യാം. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ ചിലപ്പം അങ്ങനെ വായിച്ച കൺസെപ്റ്റുകൾ ഉറപ്പില്ലായ്മ കൊണ്ട് ഒരുപാട് നെഗറ്റീവ് വരാം. ഏറ്റവും കൂടുതൽ മെമ്മറൈസ് ചെയ്ത് ഓർക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈവൻ അങ്ങനെ ഒരു ആൻസർ അത് തെറ്റാണ്, എന്റെ ആൻസർ തെറ്റാണെന്നുള്ളൊരു ഓർമ്മയിലും വരും. അപ്പൊ നമുക്ക് ആ 1/3 മാർക്ക് പോകുന്നതിലും സേവ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിലും ആ ഒരു തെറ്റുത്തരത്തിൽ നമ്മൾ പോയി ബബിൾ ചെയ്യാണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മാക്സിമം മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് WB/L സപ്പോർട്ട് റിയാക്ഷൻ കേട്ടോ. WB/L ആയിരിക്കും ലെഫ്റ്റ് സപ്പോർട്ട്, റൈറ്റ് സപ്പോർട്ടിൽ WA/L ആയിരിക്കും. ദെൻ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത പോലെ ആണെങ്കിൽ WB/L WA/L. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WAB/L ആയിരിക്കും. അപ്പൊ ഈ WAB/L ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ അത് എഴുതാൻ പറ്റും. കാരണം ഈ WAB/L എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് WAB/L എന്ന് പറഞ്ഞത്? അൺസിമെട്രിക്കൽ ആയിട്ട് കൊടുത്തുകൊണ്ട്, അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എയും റൈറ്റ് എൻഡിൽ നിന്ന് ബിയും കറക്റ്റ് സെന്ററിൽ വരുമ്പോൾ ഈ എയും ബി എത്രയായിട്ട് മാറും? L/2 ആയിട്ട് മാറും. അപ്പൊ എക്കും ബിക്കും L/2 കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കിട്ടും? L/2 × L/2 യു വിൽ ബി ഹാവിംഗ് L²/4. താഴെ ഒരു L ഉണ്ട്, ആ L-ഉം L² കൊണ്ട് കട്ട് ചെയ്ത് എന്ത് കിട്ടും? നമ്മൾ മേളിൽ പഠിച്ച WL/4 എന്നുള്ള ഇക്വേഷൻ കിട്ടും. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ WL/4 എന്ന് പറയുന്നത് കറക്റ്റ് സെന്ററിൽ ആക്ട് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് അൺസിമെട്രിക്കൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ WAB/L ആയിരിക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UDL ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന UDL ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W × ടോട്ടൽ സ്പാൻ ആയിരിക്കും, L ആയിരിക്കും ടോട്ടൽ ലോഡ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. W × L ആയിരിക്കും ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ലോഡ് WL ആണെങ്കിൽ നമുക്കറിയാം ഓരോ സപ്പോർട്ട് എത്ര ദൂരം എടുക്കും? അതിന്റെ പകുതി ദൂരം എടുക്കും, സിമെട്രിക്കൽ ആയതുകൊണ്ട്. സോ ഡയറക്ട്ലി യു കൻ റൈറ്റ് സപ്പോർട്ട് റിയാക്ഷൻ ആസ് WL/2. അപ്പുറം നമുക്ക് എന്ത് എഴുതാം? WL/2 എന്ന് എഴുതാം. അതാണ് ആ സപ്പോർട്ട് റിയാക്ഷൻസ് WL/2 WL/2 എന്നത്. ഇനി ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ ആണെങ്കിൽ WL/2 ആയിരിക്കും, സെന്ററിൽ എത്തുമ്പോൾ 0 ആയിരിക്കും, പിന്നെ ഇപ്പുറത്തെ ഡയറക്ഷനോട്ട് വരും, ദെൻ WL/2. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് താഴത്തെ ഇതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പറയാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ് WL²/8.
ഓക്കെ, അപ്പൊ അത് ഒരിക്കലും മറന്നു പോകരുത്. When a simply supported beam carrying a UDL, the maximum bending moment will be occurring at the center and the value will be equal to WL square divided by 8. Okay, and the variation will be parabola ആയിരിക്കും. ഇനി ആ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നോക്കി ആ ഷിയർ ഫോഴ്സ് കൂടി ദെൻ കുറഞ്ഞ 0 ആയി, ദെൻ ഇപ്പുറത്തെ ഡയറക്ഷനോട്ട് കൂടി പോകുന്നു. ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലാണ് കൃത്യം എന്റെ ബെൻഡിങ് മൊമെന്റ് മാക്സിമം വന്നത്. അതൊന്ന് ഓർത്തിരിക്കുക എല്ലാവരും. ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് അത് നോട്ടായിട്ട്. ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. The point where shear force is 0, where the bending moment is maximum. Okay. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UVL ആണ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പൊ അവിടെ സപ്പോർട്ട് റിയാക്ഷൻ നോക്കാം, WL/6 WL/3. ഓക്കെ, ദെൻ അവിടുത്തെ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് പാരാബോളിക് ആയിരിക്കും. ഒരു എൻഡിൽ WL/6, ഒരു എൻഡിൽ WL/3. ആ സപ്പോർട്ട് റിയാക്ഷൻ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കിട്ടാൻ വലിയ പാടില്ല. ദെൻ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് 0 എന്ന പോയിന്റിലായിരിക്കും. അതിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.065 WL സ്ക്വയർ ആയിരിക്കും. ആ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പാരാബോള ആയിരിക്കും, പക്ഷെ അത് 3rd ഡിഗ്രി ആയിരിക്കും വരുള്ളൂ. കാരണം എക്സ് സ്ക്വയർ ഇൻറ്റു ഒരു എക്സ് കൂടെ വരും. എക്സ് സ്ക്വയർ ഇൻറ്റു ഒരു എക്സ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ 3rd ഡിഗ്രി ഈ UVL പഠിക്കുമ്പോഴേ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ ബേസിന്റെ അകത്തും എക്സ് വരും, ഹൈറ്റ് അവിടെ എക്സ് വരുന്നതുകൊണ്ട് നമുക്ക് ലോഡിന്റെ അകത്ത് ഒരു എക്സും പിന്നെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ് വരും. അങ്ങനെ ആ രണ്ട് എക്സ് സ്ക്വയറും ഒരു എക്സ് കൂടെ കൂടുമ്പോൾ എക്സ് ക്യൂബ് വരും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് വരുന്നത്, ക്യൂബിക് പാരാബോള എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UVL ആണെങ്കിൽ WL/6 ആയിരിക്കും ഒരു എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ, മറ്റടുത്ത് WL/3 ആയിരിക്കും. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ WL/6 WL/3. എന്താണ് ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.645 WL സ്ക്വയർ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. എപ്പോഴും മിക്കവാറും എക്സാംസിന് ഓവർസിയർ ആയിക്കോട്ടെ, 3rd ഡിഗ്രി AE ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇവിടെ താഴെ, ഓക്കെ ഞാൻ ഈ താഴത്തെ ഇത് പറഞ്ഞിട്ട് അത് പറയാം കേട്ടോ, അപ്പൊ എളുപ്പമുണ്ട് പറയാം. സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമേ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇതെന്ന് പറയുമ്പോൾ മറ്റേതെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ സമയം കുറച്ച് കൂടുതൽ എടുക്കാൻ വലിയ പാടൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ സംഭവത്തിലുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ആ ബീമിന്റെ അകത്ത് ഒരു മൊമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആ രണ്ട് എൻഡിലും ഡെവലപ്പ് ചെയ്യുന്ന ലോഡൊന്നും ഇല്ല കേട്ടോ, മൊമെന്റ് മാത്രമേ ഉള്ളൂ, M മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് എൻഡിലും ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് -M/L-ഉം ഒന്ന് +M/L-ഉം. ഓക്കെ, ദെൻ അതിന്റെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ലെഫ്റ്റ് സപ്പോർട്ടിൽ റൈറ്റ് സപ്പോർട്ടിൽ നമുക്ക് M/L എന്ന് കിട്ടും. അവിടെ ഒന്ന് -M/L വന്നതെന്ന് വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻ താഴോട്ടാകണ്ട കേട്ടോ, നമ്മൾ മേലോട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്നായിട്ട് -M/L കിട്ടും. കാരണം ആക്ച്വലി അടുത്ത സപ്പോർട്ട് റിയാക്ഷൻ എവിടെ ആക്ട് ചെയ്യുന്നത് താഴോട്ട്. സോ M/L കിട്ടും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ മൊമെന്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു എൻഡിൽ നിന്ന് A/L-ഉം ഇപ്പുറത്തെ എൻഡിൽ നിന്ന് M/L-A/L ആയിരിക്കും. അപ്പൊ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ മൊമെന്റ് കറക്റ്റ് നടുക്ക് ആക്ട് ചെയ്തതിൽ വേറെ ഒന്നുമില്ല, ആ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത്. ഓക്കെ, ആ എഴുതിയിരിക്കുന്ന ഇക്വേഷനകത്ത് മൊമെന്റിന്റെ ഇക്വേഷനകത്ത് എക്കും A ഉള്ളിടത്തൊക്കെ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, L/2 കൊടുത്താൽ മതി. കാരണം എന്താ, സെന്ററിലാവുമ്പോൾ ആ A എന്ന് പറഞ്ഞ വാല്യൂ എന്തായിട്ട് മാറും, L/2 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. സെന്ററിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ വാല്യൂ ചോദിക്കാറുണ്ട്. ഡയഗ്രാം ഏതാണുള്ളത്, 4 ഡയഗ്രാം തന്നിട്ട് ഇതിൽ ഏതാണ് മൊമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രാം ഒന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി വന്ന കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെൻഡിങ് മൊമെന്റ് വാല്യൂ. നമ്മൾ മുന്നേ പറഞ്ഞ കേസിൽ നിന്ന് ബെൻഡിങ് മൊമെന്റ് വാല്യൂ എപ്പോഴും മേളിൽ തന്നെ നമ്മൾ വെച്ചത്. ഷിയർ ഫോഴ്സ് താഴോട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ബെൻഡിങ് മൊമെന്റ് എല്ലാം നമ്മൾ എന്താ ലൈനിന്റെ മേളിലോട്ടാണ് വരച്ചത്, പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഈ പോയിന്റ് നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിനുള്ള സിഗ്നിഫിക്കൻസ് ആണ് ഞാൻ പറയുന്നത്. The point where the bending moment value becomes 0 or the point where the bending moment value changes its sign. Bending moment value 0 ആവുകയോ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ആവുക അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആവുക, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. ഇത് രണ്ടും പറയാറുണ്ട്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. So that is a point where the bending moment value becomes 0 or the bending moment value changes its sign from positive to negative. പിന്നെ താഴെ എഴുതിയിരിക്കുന്ന വേറെ ഒന്നുമല്ല, സെന്ററിലാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ റീപ്ലേസ് A with L/2. എനെ L/2 വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് ജനറൽ ആയിട്ട് സ്റ്റാൻഡേർഡ് കേസിൽ പഠിക്കാനുള്ള ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കേട്ടോ.
ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, കേൾക്കാം. ഓക്കെ. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന കോളമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ PWD ഇറിഗേഷന്റെ എക്സാമിന് എല്ലാം കോളത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും തന്നെ കോളത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. അത് ചോദിക്കുന്നത് തന്നെ നമ്മുടെ ഓയിലേഴ്സിന്റെ ക്രിപ്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്കവാറും നമ്മൾ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ കോളം ജസ്റ്റ് നമുക്ക് പറയാം. ഇമ്പോർട്ടന്റ് ആട്ടോ, ഫോക്കസ് കൊടുത്ത് പഠിക്കുക എല്ലാവരും. സോ കോളം എന്ന് പറയുന്നത്, കോളം ആക്ച്വലി എന്താണ്, ഒരു കംപ്രഷൻ മെമ്പറാണ്. കാരണം കോളം എങ്ങനെ ഇരിക്കും, ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. കോളത്തിനകത്ത് ലോഡ് എങ്ങനെ വരിക, മേലിന് താഴോട്ടാ വരിക അല്ലേ? അപ്പൊ മേലിന് താഴോട്ട് വരുമ്പോഴത്തേനും ടുവേർഡ്സ് എ മെമ്പർ ആയതുകൊണ്ട് ആ ലോഡ് കാരണം അവിടെ എന്താ ഡെവലപ്പ് ചെയ്യുന്നത്, കംപ്രഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എനി സ്ട്രക്ചറൽ മെമ്പർ ലോഡഡ് ഇൻ കംപ്രഷൻ ഇസ് കോൾഡ് കോളം അല്ലെങ്കിൽ സ്ട്രട്ട് എന്ന് പറയാറുണ്ട്. കോളം അല്ലെങ്കിൽ സ്ട്രട്ട് എന്ന് പറയാറുണ്ട്. ഈ കോളം അല്ലെങ്കിൽ സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കോളം എന്നും, ചില സമയത്തൊക്കെ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട്, ട്രസിന്റെ കേസിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കാറുണ്ട്. ആ കേസിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കംപ്രഷൻ മെമ്പേഴ്സ് ആണ്. വൺ ഈസ് പ്യൂർലി പ്രൊവൈഡഡ് ഇൻ വെർട്ടിക്കൽ ഫോം, മറ്റേത് നമുക്ക് വെർട്ടിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നോർമലി വെർട്ടിക്കൽ മെമ്പർ ഇൻ കംപ്രഷൻ ഇസ് കോൾഡ് കോളം വൈൽ അതേഴ്സ് ആർ സ്ട്രട്ട്. എന്ന് വെച്ചാൽ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ നേരെ വെർട്ടിക്കലി ആണെങ്കിൽ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് കോളംസ്. ബാക്കി അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രട്ട് എന്ന് വിളിക്കും. ഇനി കോളത്തിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഷോർട്ട് കോളം, ലോങ് കോളം ആൻഡ് മീഡിയം കോളം. അപ്പൊ ഷോർട്ട് കോളം എന്ന് പറയുമ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ലെങ്ത് ഭയങ്കര കുറവായിരിക്കും. വെരി ഷോർട്ട് ആണെങ്കിൽ അവരെ നമ്മൾ കംപ്രഷൻ ബ്ലോക്സ് എന്ന് വിളിക്കാറുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് പോസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാറുണ്ട്. ഓക്കെ. ഇനി ലോങ് കോളം എന്ന് പറയുന്നത് സ്ലെൻഡർ കോളം എന്ന് പറയാം. വെരി ലോങ് ആയിരിക്കും, നല്ല ലെങ്ത് ഉണ്ടായിരിക്കും വെൻ കമ്പയർഡ് ടു ദ അതർ വൺ. അതും കംപ്രഷൻ ആയിരിക്കും. എല്ലാത്തിലും കോളം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ മീഡിയം കോളം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ആട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ടിന്റെയും ലോങ്ങിന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ഇന്റർമീഡിയറ്റ് കോളം എന്ന് വിളിക്കാം, അതിന്റെ ലെങ്ത്. അപ്പൊ അങ്ങനെ മൂന്നായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്കറിയാം കോളത്തിനകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ഫെയിൽ ആവും അല്ലെ. നമ്മുടെ ഷോർട്ട് കോളത്തിനകത്ത് ഉണ്ടാകുന്ന ഫെയിലിയർ ക്രഷിംഗ് ഫെയിലിയർ ആയിരിക്കും. ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ. ലോങ് കോളത്തിനകത്ത് ഉണ്ടാകുന്ന ഫെയിലിയർ ബക്ലിംഗ് ആയിരിക്കും. ബക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഹൈറ്റ് ഉള്ള ഒരു സംഭവം ഇമാജിൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ മേളിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുക. ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അത് പൊടിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ അതിങ്ങനെ വളയും. മേലിൽ നമ്മളിങ്ങനെ നല്ലോണം കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ചൂരലെടുത്തിട്ട് നമ്മുടെ കൈന്റെ രണ്ട് എൻഡിൽ വെച്ചേക്കാൻ വെച്ചു, ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ആ ചൂരലിൽ നമ്മൾ മേലിൽ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂരൽ എന്ത് ചെയ്യും, വളയും. ഒടിയുന്നതിനേക്കാളും പെട്ടെന്ന് എന്ത് ചെയ്യും, വളയുക ചെയ്യുക. നമ്മൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന് അവസാനം അത് ഓടിയുള്ളൂ അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, വളഞ്ഞായിരിക്കും അത് ഫെയിൽ ആവുന്നത്. അങ്ങനെയുള്ള ഫെയിലിയർ എന്ന് പറഞ്ഞ പേരാണ് ബക്ലിംഗ് ഫെയിലിയർ. അപ്പൊ ലോങ് കോളം എപ്പോഴും എന്തായിരിക്കും, ബക്ലിംഗ് ആയിരിക്കും. ഷോർട്ട് കോളത്തിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും, ക്രഷിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോകുന്നുള്ളത്. ഇനി the load at which the column just buckles is called the buckling load അല്ലെങ്കിൽ critical load അല്ലെങ്കിൽ crippling load. ഒരു കോളം ബക്കിൾ ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ ബക്കിൾ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ആ അവസ്ഥയിലുള്ള ലോഡിന് പറഞ്ഞ പേരാണ് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് ലോഡ് എന്ന് പറയാറുണ്ട്. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് കോളംസ്. സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ L/K ആണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ. നിങ്ങൾ RCC പറഞ്ഞപ്പോൾ അവിടെ ഷോർട്ട് കോളം ലോങ് കോളം പറയുമ്പോൾ L/D റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ലെസ് ദാൻ 12 ഗ്രേറ്റർ ദാൻ 12 വെച്ചിട്ടാണ് നമ്മൾ അവിടെ പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് L/K ആണ്. രണ്ടിനും രണ്ട് സിഗ്നിഫിക്കൻസ്. കാരണം നമ്മൾ RCC പറയുമ്പോൾ അവിടെ കോമ്പോസിറ്റ് മെമ്പർ ആണ്, എന്നാൽ അവിടെ സ്റ്റീലും ഉണ്ട് കോൺക്രീറ്റും ഉണ്ട്. ഇവിടെ നമ്മൾ പറയുമ്പോൾ പ്യോർലി സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ കേസിൽ നമ്മൾ പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ടാണ്. അപ്പൊ L/K വാല്യൂവിന്റെ റേഷ്യോയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കേസാണ്. ചിലടത്ത് 12 പറയും, ചിലടത്ത് 30 to 80 അങ്ങനെയൊക്കെ പറയും. അത് L/K, അതായത് നമ്മൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, സ്ലെൻഡർനെസ് റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് L/D റേഷ്യോ, ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ അങ്ങനെയും പറയാം, ലെങ്ത് ബൈ K, L/Kയും പറയാം. K എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഫോർ ദ ടൈം ബീങ് ഞാൻ ഇവിടെ പറയുന്നത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ റേഡിയസ് ഓഫ് ലെങ്ത് ഓഫ് ദ കോളം to the least radius of gyration of a cross sectional area is termed as slenderness ratio. അപ്പൊ L/K റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്നാണ് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ L/K ആണ്. L എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ദ കോളം, ലെങ്ത് K എന്ന് പറയുന്നത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും. ഈ റേഷ്യോ ഒരു ഡൈമെൻഷൻലെസ് ആണ്. കാരണം ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞൊരു ദൂരം ആട്ടോ. അപ്പൊ L എന്ന് പറയുന്ന ഒരു ദൂരമാണല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടിടത്ത് യൂണിറ്റ് പോയിട്ട് അതൊരു ഡൈമെൻഷൻലെസ് ആയിരിക്കും. ഇനി L/K വെച്ച് പറയുകയാണെങ്കിൽ ലെസ് ദാൻ 32 ആണെങ്കിൽ ഷോർട്ട് കോളം, ലോങ് കോളം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 120 ആയിരിക്കും കേട്ടോ L/K റേഷ്യോ. നമ്മള്
ലെസ് ദാൻ 12 ഗ്രേറ്റർ ദാൻ 12 പറയുമ്പോൾ അവിടെ L/D റേഷ്യോ ആട്ടോ പറയുന്നത്. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. L/K ആവുമ്പോൾ നമ്മൾ ലോങ് കോളം ഷോർട്ട് കോളം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇതിനകത്ത് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ എളുപ്പമാണ്. ആകെ ഒറ്റ ഇക്വേഷൻ 2-3 കണ്ടീഷൻസ് ഓർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അത് പറയുന്നത് ഇനി നമ്മൾ കോളം എങ്ങനെയാണ് ഫെയിലിയർ ആവുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓയിലേഴ്സും റാങ്കിനൊക്കെ 1-2 തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓയിലറിന്റെ തിയറി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ലോങ് കോളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ റാങ്കിന്റെ തിയറി എന്ന് പറയുന്നത് ഏത് കോളത്തിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഓയിലേഴ്സ് തിയറി ഈസ് മെയിൻലി ഫോർ ലോങ് കോളംസ്. അത് കഴിഞ്ഞ് പറയുന്നത് റാങ്കിൻസ് തിയറി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഷോർട്ട് കോളംസ്. അപ്പൊ ഇവിടെ അസംഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും പിന്നെ അസംഷൻസ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉപകാരപ്പെടുന്നത്. കാരണം 4 അസംഷൻസ് ഷോർട്ട് ആയിട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട്, മിക്കവാറും ചോദിക്കാറുണ്ട്. ഇതിൽ ഏത് അസംഷൻസ് ആണ് ഇന്ന തിയറിയിലുള്ളത് അല്ലെങ്കിൽ ഇല്ലാത്ത ഏതാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അസംഷൻസ് ഒന്ന് നോക്കി വെക്കാം. കോമൺ ആയിട്ടുള്ള അസംഷൻസിന് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഹോമോജീനിയസ്, ഐസോട്രോപിക്, ഇലാസ്റ്റിക് എന്നൊക്കെ പറയുന്ന എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതല്ലാതെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. കാരണം അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അസംഷൻസ് നോക്കാം. ദ മെറ്റീരിയൽ ഓഫ് ദ കോളം ഈസ് ഹോമോജീനിയസ്, ഇലാസ്റ്റിക്, ഐസോട്രോപിക്. എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടീസ്. ഐസോട്രോപിക് എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോപ്പർട്ടീസ്. ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ external force റിമൂവ് ചെയ്താൽ it should regain its original shape. The section of the column is uniform throughout. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ താഴെ മേളിലും ഇടയ്ക്കൊക്കെ അതിന്റെ ഡയമീറ്റർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സ്ട്രേറ്റ് ആൻഡ് ഇസ് ലോഡഡ് ആക്സിയലി. ലോഡഡ് ആക്സിയലി എന്നുള്ളത് എലോങ് ദ ആക്സിസ് ആയിരിക്കും. അതിന്റെ ഫിഗർ അടുത്തുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി ആക്സിയലി എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ഹിയർ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എലോങ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ ആയിരിക്കും ലോഡ് ആക്ട് ചെയ്യാം. Then column fails by buckling alone. നമ്മളിവിടെ ക്രഷിംഗ് എടുക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിരുന്നു this theory is specifically for long columns. പിന്നെ the self weight of the column is negligible. കോളത്തിന്റെ സെൽഫ് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. എൻഡ് കണ്ടീഷൻസ് ആർ ഐഡിയൽ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി സപ്പോർട്ട്, പിൻഡ്, ഫിക്സ്ഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അസംഷൻസ്. ഇനി നമ്മുടെ ഓയിലർ ഇതിന്റെ ഫെയിലിയർ ഉണ്ടാവുന്ന ലോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ദാറ്റ് ഇസ് ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്. ശ്രദ്ധിക്കുക എല്ലാവരും, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്രിപ്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ PCR എന്നാണ് നമ്മൾ പറയുന്നത്. ക്രിപ്ലിംഗ് ഓക്കെ, P ഫോർ ലോഡ് π² EI/L² എന്നാണ് ഇക്വേഷൻ. L or L effective. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫെയിലിയർ ആവുന്ന ലോഡ് കിട്ടാനുള്ള ഇക്വേഷൻ ആണ് PCR = π² EI/L effective². അപ്പൊ ഇതിന്റെ സംഭവം ഇത്രേ ഉള്ളൂ. ഓരോ സപ്പോർട്ട് കണ്ടീഷൻസ് മാറുന്ന അനുസരിച്ചിട്ട് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് മാറും. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കോളം വരച്ചിട്ട് അതിന്റെ 2 ഇൻഫ്ലേഷൻ, അതായത് മൊമെന്റ് 0 ആവുന്ന 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നും ഓരോ ഡെറിവേഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് PSC ലെവലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് π² EI/L² എന്നുള്ള ഒരു ഇക്വേഷനും നമുക്ക് 4 കേസ് പറയാറുണ്ട്. 4 ഡിഫറെന്റ് സപ്പോർട്ട് കണ്ടീഷൻസ്. ആ 4 സപ്പോർട്ട് കണ്ടീഷൻസിലും വരുന്ന L effective ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ L effective ഇട്ട് കഴിഞ്ഞാൽ ഓരോ കേസിലുള്ള ക്രിപ്ലിംഗ് ലോഡിനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് π² EI/L effective ആണ്. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോഡ് വെൻ സബ്ജക്റ്റഡ് ടു എ കോളം, ദ കോളം വിൽ ബക്കിൾസ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഞാനിപ്പോ പറഞ്ഞത് എഫക്റ്റീവ് ലെങ്ത് ഓരോന്നിനും എങ്ങനെയാണെന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ആക്ച്വൽ ലെങ്ത് ഉണ്ട്, എഫക്റ്റീവ് ലെങ്ത് ഉണ്ട്. ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 2 സപ്പോർട്ടിന് ഇടയിലുള്ള ദൂരത്തിനാണ് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ബെൻഡിങ് ഉണ്ടാകുമ്പോൾ 2 പോയിന്റ് ഓഫ് മിനിമം മൊമെന്റിന് ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഹിഞ്ച് മൊമെന്റ് 0, നമുക്കറിയാം ഹിഞ്ച് സപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ, ഹിഞ്ചിൽ മൊമെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം അവിടെ നോക്കിയാൽ നമ്മുടെ 2 എൻഡിലും കോളത്തിന്റെ 2 എൻഡിലും ഹിഞ്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താ ഗുണം, മേളിലും മൊമെന്റ് 0 ആണ്, താഴെ മൊമെന്റ് 0 ആണ്. അതാണ് മൊമെന്റ് 0 ആവുന്ന പോയിന്റുകൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ 2 സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള ദൂരം L ആണ്. മൊമെന്റ് 0 ആവുന്ന 2 പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ആ 2 സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള പോയിന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടുത്തെ കേസിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നതും ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് ഹിഞ്ച്ഡ് സപ്പോർട്ട് L effective is equal to L ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലൂടെ പറഞ്ഞു പോകാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് π² EI/L effective സ്ക്വയർ ആണ്. വാട്ട് ഈസ് L effective? ഇറ്റ് ഈസ് L. സോ ദ ബേസിക് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ക്രിപ്ലിംഗ് ലോഡ് when both ends are hinged is equal to π² EI/L². അടുത്ത കേസ്
വെൻ വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ, ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, ഒരു എൻഡ് ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിരിക്കും. ഓക്കെ, വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ ആണെങ്കിൽ, പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ എൽ എഫക്റ്റിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? എൽ എഫക്റ്റിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 2L ആയിരിക്കും. 2L നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്നാ കിട്ടും? സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് പൈ സ്ക്വയർ EI ബൈ 2L ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പൈ സ്ക്വയർ EI ബൈ 2L ഹോൾ സ്ക്വയർ 2Lന്റെ സ്ക്വയർ എന്നാ കിട്ടും? 4L സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ പൈ സ്ക്വയർ EI ബൈ 4L സ്ക്വയർ എന്നാണ് നമ്മുടെ വാല്യൂ ഏത് ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ. ദെൻ ബോത്ത് എൻഡ് ഫിക്സഡ് ആണെങ്കിൽ മനസ്സിലാക്കണം, ബോത്ത് എൻഡ് ഫിക്സഡ് ആണെങ്കിൽ എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L/2 ആയിരിക്കും. എൽ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L/2. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ബേസിക് ഇക്വേഷൻ്റെ അകത്ത് പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ ആണ് എൽ എഫക്റ്റീവ്. ആ എൽ എഫക്റ്റീവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? L/2 കൊടുക്കുന്നു. അപ്പൊ L/2ന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ എൽ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ആ 4 എങ്ങോട്ട് പോകും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മേളിലോട്ട് പോകും. സോ വിൽ ബി ഗെറ്റിംഗ് 4 പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ. അടുത്തത് വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ L/√2 ആണ്. L/√2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ. കാരണം L/√2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. √2ന്റെ സ്ക്വയർ 2, അത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേളിലോട്ട് പോകും. അപ്പോൾ ഈ 4 ഇക്വേഷൻസും വേറെ വേറെ പഠിക്കുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് PCR ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ എന്ന് പഠിക്കുക, ദെൻ എൽ എഫക്റ്റീവിന്റെ ഇക്വേഷൻ പഠിക്കുക. കാരണം നമ്മൾ ഈ ഓരോന്നിന്റെയും ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എഫക്റ്റീവ് ലെങ്ത് എത്രയാണ് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് റിവേഴ്സ് ചിന്തിക്കേണ്ടി വരും ഇതിന്റെ നിന്ന് മാറുന്നത്. അതിലും എളുപ്പം എൽ എഫക്റ്റീവും PCR ഈക്വൽ ടു പൈ സ്ക്വയർ EI ബൈ എൽ സ്ക്വയർ ഓർത്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വാല്യൂസും കിട്ടും. അപ്പം ഈ ടോപ്പിക്സ് പഠിക്കാതെ ഒരിക്കലും ഒരു എക്സാമിനും പോകരുത്. കാരണം ഈ ഒരു പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടേക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, കോളമായിട്ട് ബന്ധപ്പെട്ട് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് പറയുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന റാങ്കിന്റെ ഫോർമുലയാണ്. റാങ്കിൻസിന്റെ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. എങ്ങാനും എന്താണ് റാങ്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പ്രോബ്ലം പോലെ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് കോളത്തിനും നമ്മൾ എടുക്കാവുന്ന ഫോർമുലയാണ് റാങ്കിന്റെ ഫോർമുല. അപ്പൊ ഈ ഓയിലിന്റെ ഫോർമുലയിൽ നമ്മൾ ബക്ലിംഗ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. റാങ്കിന്റെ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ക്രഷിങ്ങും കൺസിഡർ ചെയ്യും, ബക്ലിംഗും കൺസിഡർ ചെയ്യും. അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, അപ്പൊ ദാറ്റ്സ് വൈ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ എനി ടൈപ്പ് ഓഫ് കോളം. സോ ക്രഷിംഗ് ഇസ് ഈക്വൽ ടു FC എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആട്ടോ, ഇൻറ്റു 1 + A ഇൻറ്റു L/K ഹോൾ സ്ക്വയർ ആണ്. അതിൽ എനെ വിളിക്കുന്ന പേരാണ് റാങ്കിൻസ് കോൺസ്റ്റന്റ്. ആ എയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ പൈ സ്ക്വയർ E ആണ്. അത് ബൈ ഹാർട്ട് പഠിക്കുന്ന രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി. L/K എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. FC എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് സ്ട്രെസ് ആണ്. അപ്പൊ റാങ്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഹാവ് കൺസിഡേർഡ് ഫോർ deriving the Rankins equation, ക്രഷിങ്ങിന്റെ കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്, ബക്ലിംഗ് എടുത്തിട്ടുണ്ട്. അതിനോട് കമ്പൈൻഡ് ആക്കിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ എനി ടൈപ്പ് ഓഫ് കോളം. ബിക്കോസ് ഷോർട്ട് കോളത്തിലും ലോങ് കോളത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബിക്കോസ് നമ്മളിവിടെ 2 കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്, ക്രഷിംഗ് എടുക്കുന്നുണ്ട്, ബക്ലിംഗ് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബിക്കോസ് ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. കോർ അല്ലെങ്കിൽ കേൺ ഓഫ് എ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ. അപ്പൊ അത് പറയുന്നതിന് മുന്നായിട്ട് 1-2 കാര്യങ്ങൾ പറയണം. അതായത് നമ്മൾ ശരിക്കും കോളം എന്ന് പറഞ്ഞാൽ കംപ്രസീവ് മെമ്പർ ആണ്. അപ്പൊ കംപ്രസീവ് മെമ്പർ എന്ന് പറയാൻ കാരണം എന്താ? അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? പ്യോർലി കംപ്രസീവ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്രഷൻ ആയിരിക്കും അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു എന്റെ ആക്സിയലി ലോഡഡ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് when the load is acting along the axis of the member, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിയലി ലോഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഫിഗറിനകത്ത് നമ്മൾ ലോഡ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? നേരെ താഴോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? along the axis of the member ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ കേസ്. ഇനി ഞാൻ അടുത്ത കേസിൽ നോക്കി, ഞാൻ കൊടുത്തിരിക്കുന്ന ലോഡ് ആക്സിസിൽ നിന്ന് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറിയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സെൻട്രിക്കലി ലോഡഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ എക്സെൻട്രിക്കലി എന്ന് പറഞ്ഞാൽ? എക്സെൻട്രിസിറ്റി അല്ലെങ്കിൽ എക്സെൻട്രിക്കലി ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിസിൽ നിന്ന് നമ്മുടെ ലോഡ് കൊടുത്തിരിക്കുന്ന പോയിന്റ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എക്സെൻട്രിസിറ്റി കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മൾ ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും നോക്കാം. ആദ്യത്തെ കേസിൽ എന്റെ ലോഡ് എങ്ങനെ ആക്ട് ചെയ്യാം? അലോങ് ദ ആക്സിസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എബൌട്ട് ദ ആക്സിസ് ഇതിന് എന്ത് ചെയ്യില്ല? മൊമെന്റ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് ആണ്
നമ്മുടെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ത്രൂ ദ ആക്സിസ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യില്ല, മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ല. കാരണം എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ആ സമയത്ത് നോക്കിക്കേ, നമ്മളിപ്പോ പറയുന്ന എക്സെൻട്രിക്കലി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ what happens when we are loaded the column eccentrically, അതായത് ആക്സിസിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ടു ദാറ്റ് ലോഡ് എന്ത് ക്രിയേറ്റ് ചെയ്യാം, കോളത്തിൽ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാം. മൊമെന്റ് കാരണം എന്ത് സംഭവിക്കാം, ബക്ലിംഗ് ഉണ്ടാവും. ബക്ലിംഗ് ആണെങ്കിൽ എന്നാ ഡെവലപ്പ് ചെയ്യും, ടെൻഷനും കംപ്രഷനും ഡെവലപ്പ് ചെയ്യും. അപ്പൊ പ്യൂർലി കംപ്രഷൻ എന്നതിൽ നിന്ന് ഉപരി എന്തായിട്ട് മാറും, ടെൻഷൻ കൂടി ഡെവലപ്പ് ചെയ്യും. അപ്പൊ കോളത്തിനകത്ത് നമുക്ക് പ്യൂർലി കംപ്രഷൻ എന്ന് മാത്രം പറയാൻ പറ്റൂല. അപ്പൊ എക്സെൻട്രിക്കലി ആക്ട് ചെയ്താൽ എന്നാ സംഭവിക്കും, പി അവിടുത്തെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് എത്രയായിരിക്കും, പി ഇൻറ്റു ഇ ആയിരിക്കും. കാരണം പി ആണ് ഫോഴ്സ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പൊ അവിടെ എന്നാ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു മൊമെന്റ് ഉണ്ടാക്കും. ആ മൊമെന്റ് കാരണം എന്ത് സംഭവിക്കും, അവിടെ എന്താ ഒരെൻഡിലെ കംപ്രഷൻ ഒരെൻഡിലെ ടെൻഷൻ അങ്ങനെ ബക്കിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ടെൻഷൻ വന്നു. അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ലോജിക്ക് മാറി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. അതായത് കോളത്തിന്റെ സെൻട്രൽ നിന്ന് ഇത്ര പരിധി വരെ, ഓക്കെ, അതായത് കോളത്തിന്റെ സെൻട്രൽ നിന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് മാറിയാലൊന്നും ഈ പറയുന്ന എഫക്ട് ഉണ്ടാവില്ല. അപ്പൊ കോളത്തിന്റെ സെൻട്രൽ ആക്സിൽ നിന്ന് ഒരു ഏരിയ നമുക്ക് പറയാം. ആ അത്രയും ഏരിയയുടെ ഉള്ളിൽ നമ്മുടെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിയലി ലോഡഡ് കേസ് തന്നെയായിട്ട് മാറും. എക്സെൻട്രിസിറ്റി വരില്ല. നമ്മൾ ഓർക്കും കൃത്യം ആക്സിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമാണ് ആ അവസ്ഥ വരുള്ളൂ. അതല്ല, അങ്ങനെ കോളത്തിന്റെ ആക്സിൽ നിന്ന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുറച്ച് റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ എവിടെ കൊണ്ടുപോയി നമ്മൾ ലോഡ് വെച്ചാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യില്ല, ബെൻഡിങ്ങോ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യില്ല, ടെൻഷനോ ഉണ്ടാവില്ല. അങ്ങനെയുള്ള റീജിയന് പറയുന്ന പേരാണ് കോർ അല്ലെങ്കിൽ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് എ ക്രോസ് സെക്ഷൻ ഏരിയ വിത്തിൻ വിച്ച് ഡയറക്ട് ലോഡ് ഈസ് അപ്ലൈഡ്. അവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യും, ഡയറക്ട് ലോഡ് അപ്ലൈ ചെയ്യും. ടെൻസൈൽ സ്ട്രെസ് വിൽ നോട്ട് ബി ഡെവലപ്ഡ് എനിവെയർ ഇൻ ദ ക്രോസ് സെക്ഷൻ. ആ ഒരു ഏരിയയിൽ എവിടെ ലോഡ് കൊണ്ടുപോയി വെച്ചാലും എന്ത് ഡെവലപ്പ് ചെയ്യില്ല, ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയനെ വിളിക്കുന്ന പേരാണ് കോർ അല്ലെങ്കിൽ കേൺ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. ഒന്ന് റെക്ടാങ്കുലർ സെക്ഷന്റെ, പിന്നെ ഒന്ന് സർക്കുലർ സെക്ഷന്റെ. അപ്പൊ അതിന്റെ വാല്യൂ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡയഗണൽ പോർഷൻ ആണ് കിട്ടുക. അതായത് ഞാൻ പറഞ്ഞത് ഈ നടുക്ക് കാണുന്ന പോർഷൻ ആണ് ആക്സിസ്. ഓക്കെ, ഈ ആക്സിസിൽ നിന്ന് ഇത്രയും ഏരിയയിൽ എവിടെ കൊണ്ടുപോയി നമ്മൾ ലോഡ് വെച്ചാലും ആ കോളത്തിൽ എന്ത് വരൂല, എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പം അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ നമുക്കൊരു സ്ക്വയർ പോലത്തെ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ക്വയറിന് എന്നാ ഉണ്ട്, 2 ഡയഗണൽ ഉണ്ട് അല്ലെ. ആ ഡയഗണൽ ലെങ്ത് ആണ് d/3 b/3. അതാണ് ഓർത്തിരിക്കേണ്ട വാല്യൂ. ഒരു എന്താ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം. ഒരു സ്ക്വയർ പോർഷൻ പോലെയാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ റോംബസ് പോലത്തെ ഒരു പോർഷൻ കിട്ടുക. ആ ഒരു പോർഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഏരിയയുടെ ഡയഗണൽസിന്റെ ലെങ്ത് ആണ് d/3 ആൻഡ് b/3. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്രയും പോർഷൻ നമ്മൾ എവിടെ കൊണ്ടുപോയി ലോഡ് കൊടുത്താലും വിൽ നോട്ട് ബി ഹാവിംഗ് എനി ടെൻസൈൽ സ്ട്രെസ്. അടുത്തത് സർക്കുലർ സെക്ഷൻ കേട്ടോ. സർക്കുലർ സെക്ഷന്റെ കേസിൽ നമുക്ക് ആ കിട്ടുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അപ്പൊ ആ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് d/4. നമുക്കൊക്കെ എക്സാമിന് പറ്റുന്നതാണ്. ടെൻഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി പോകുമ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റേഡിയസ് ഓഫ് എ സർക്കുലർ സെക്ഷൻ എന്നായിരിക്കും ചോദിക്കുക. നമ്മൾ പഠിച്ച ഓർമ്മയിലെ d/4 എന്ന് എഴുതും. d/4 അല്ല, d/4 ഇസ് എ ഡയമീറ്റർ, റേഡിയസ് ആണെങ്കിൽ d/8. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ എന്ന്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡയമീറ്റർ ആണ് പഠിക്കുന്നത്. റേഡിയസ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് d/8 ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് രണ്ടും മറക്കരുത്. ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും അവിടെ ഉണ്ടാവുന്ന നമ്മൾ കോർ അല്ലെങ്കിൽ കേണിന്റെ ഏരിയ പോർഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു റോംബസ് പോലെ ആയിരിക്കും. പിന്നെ സർക്കുലർ ആണെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടോർഷനെ കുറിച്ചാണ്. ടോർഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയാ, നമ്മളിങ്ങനെ നമ്മൾ ഈ പിരിക്കുക എന്ന് പറയില്ലേ, ഇപ്പൊ നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് രണ്ട് എൻഡിലുള്ള ഒരു എൻഡില് ക്ലോക്ക് വൈസും മറ്റേ എൻഡിലെ ആന്റി ക്ലോക്ക് വൈസും ആയിട്ട് നമ്മൾ പിരിക്കാൻ ശ്രമിച്ചാൽ ആ എഫക്റ്റ് ആണ് ടോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെമ്പറിനകത്ത് പ്യുവർ ടോർഷൻ ആണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതിൻ്റെ അകത്ത് വേറെ ബെൻഡിങ്ങോ ഷിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, മെയിൻ ആയിട്ടും ടോർഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ടോർഷൻ മെയിൻ ആയിട്ടും പഠിക്കുന്നത് ഈ ഷാഫ്റ്റിന്റെ കേസിലാണ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ രണ്ട് ബോഡീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെമ്പർ ആയിരിക്കും ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് പവർ മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഷാഫ്റ്റിന്റെ കേസിലാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഇനി അവിടെ നമുക്ക് അസംഷൻസ് ഉണ്ട് കേട്ടോ. ആ അസംഷൻസ് ആദ്യമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിന് മുന്നേ പ്യുവർ ടോർഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. എ മെമ്പർ ഈസ് സെഡ് ടു ബി ഇൻ പ്യുവർ ടോർഷൻ when its cross section is subjected to
only torsional moment, not accompanied by axial force or bending moment. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാനുള്ള ആക്സിയൽ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മാത്രം, ഷിയർ എന്ന് പറഞ്ഞാൽ ഷിയർ മാത്രം, പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞാൽ ടോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ ഇതിൽ എന്തൊക്കെ ഉണ്ടാവാം, അനുസരിച്ച് ബെൻഡിങ് ഉണ്ടാവാം, ഷിയർ ഉണ്ടാകാം, ആക്സിയൽ ഫോഴ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ എന്താ ടോർഷൻ ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡിങ്. വെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി പ്യുവർ ടോർഷൻ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പോകും, എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ടോർഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ടോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പറയാം ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയാം കേട്ടോ. നമ്മൾ പിരിക്കുന്നതുകൊണ്ട് അതിന് ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. Then assumptions in the theory of pure torsion. Assumptions is ഒന്ന് വായിക്കാം. The material is homogeneous and isotropic as usual. The stress are within elastic limit, that is shear stress is proportional to shear strain. Stress and strain directly proportional ആയിരിക്കണം. The cross sections which are plane before applying the twisting moment remains plane even after the application of twisting moment, that is no warping take place. നമ്മൾ ഈ ഡോറൊക്കെ വട്ടച്ചു പോകാന്ന് പറയില്ല, അതല്ല. ഒരു സെക്ഷൻ പ്ലെയിൻ ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം ആ സെക്ഷൻ എങ്ങനെ തന്നെ നിൽക്കണം, പ്ലെയിൻ ആയിട്ട് നിൽക്കണം. പിന്നെ റേഡിയൽ ലൈൻസ് റിമെയിൻ റേഡിയൽ ആവണം ഇഫ് ദർ ആർ ടോർഷണൽ മൊമെന്റ്. നമ്മളിപ്പോ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് എടുക്കുന്നത്, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ സർക്കിളോട്ട് വരയ്ക്കുന്ന വരകളെയാണ് റേഡിയൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോർഷൻ കൊടുക്കുന്നതിന് മുന്നേ നോക്കി കഴിഞ്ഞാൽ ആ ലൈൻസ് റേഡിയസ് ആയിട്ടാണെങ്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം ആ ലൈൻസ് എങ്ങനെ തന്നെ ആയിരിക്കണം, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം, റിമെയിൻസ് റേഡിയൽ ആയിരിക്കണം, റേഡിയൽ തന്നെ ആയിരിക്കണം. Then twist along the shaft is uniform. നമ്മൾ എല്ലായിടത്തും അതിനെ ബെൻഡ് ട്വിസ്റ്റിംഗ് കൊടുക്കുമ്പോൾ എല്ലാ ക്രോസ് സെക്ഷനിലും ആക്ട് ചെയ്യുന്ന ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത്രയാണ് പ്യുവർ ടോർഷന്റെ കേസിൽ ഡെവലപ്പ് ചെയ്യും, നമ്മൾ എടുക്കുന്ന അസംഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ടോർഷണൽ ഇക്വേഷൻ. ഇതും സ്കിപ്പ് ചെയ്യരുത്, ഈ പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. M/A is equal to F/Y is equal to E/R എന്ന് പറഞ്ഞ സംഭവത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോർഷന്റെ കേസിൽ ഉണ്ടാവുന്നതാണ്. T/J is equal to Q/R is equal to G theta by L. T എന്ന് പറഞ്ഞാൽ ടോർഷണൽ മൊമെന്റ്, നമ്മളവിടെ M എന്ന് പറയില്ല മൊമെന്റ്, J. അപ്പൊ M/I എന്നല്ല ഇവിടെ പറഞ്ഞത്, അപ്പൊ T/J റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അവിടെ മൊമെന്റ് പറയുമ്പോൾ ഇവിടെ ടോർക്ക് പറയും T. അവിടെ പറയുന്നത് M/I, I for moment of inertia ആണ് അവിടെ പറയുന്നത്. ഹിയർ ഇറ്റ് ഇസ് J എന്ന് പറയുമ്പോൾ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ. ദെൻ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, F/Y ആ. ഇവിടെ അത് തന്നെ Q/R എന്നേ ഉള്ളൂ. വാട്ട് ഈസ് Q, ഷിയർ സ്ട്രെസ്. വാട്ട് ഈസ് R, ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അവിടെ നമ്മൾ എന്താ പറയാ, F/Y അല്ലേ, ന്യൂട്രൽ ആക്സിൽ നിന്നുള്ള ദൂരം. ഇവിടെ നമ്മൾ സർക്കിൾ ഷാഫ്റ്റ് ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അപ്പൊ സെൻട്രൽ നിന്നുള്ള ദൂരം. G theta by L, G ഫോർ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെ. E/R എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് G theta by L ആണ്. ഓക്കെ, അവിടെ G എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കേട്ടോ. നമ്മൾ എത്ര ഇതിലാണ് ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊടുക്കുന്നത് അതിനാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. ആ ഇക്വേഷനാണ് നമ്മൾ ടോർഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ T/J is equal to Q/R equal to G theta by L. ഓരോ ടേംസ് എന്താണെന്ന് പറഞ്ഞു. T ഫോർ ടോർഷണൽ മൊമെന്റ്, J എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, Q എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്, R എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ തൊട്ട് ആ ഏത് പോയിന്റിലോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലോട്ടുള്ള ദൂരം, G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മള് സെക്ഷൻ മോഡുലസ് എന്ന് പഠിച്ചായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ടേമാണ് പോളാർ മോഡുലസ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ അവിടെ എടുത്ത പോലെ തന്നെ രണ്ട് ടേം എടുത്താൽ മതി. E/R അവിടെ എടുത്തില്ല, ഇവിടെ നമ്മൾ G theta by L എടുക്കുന്നില്ല. സോ T/J is equal to Q/R. എന്താ Q, സ്ട്രെസ്. എന്താ R, റേഡിയസ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കണം, Q എപ്പോഴും മാക്സിമം എവിടെ ആയിരിക്കും, എക്സ്ട്രീം ഫൈബറിൽ. ഈ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുമ്പോൾ എവിടെ വരിക, ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ആയിരിക്കും. അപ്പൊ Q മാക്സ് സ്മോൾ r എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, ക്യാപിറ്റൽ R. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ റേഡിയസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം T/J is equal to Q/R എന്നുള്ള സ്ഥാനത്ത് എന്ത് വരും, Q max by R എന്ന് വരും. അങ്ങനെ T is equal to എന്നാണ് എഴുതാം, J/R into Q max. അപ്പൊ അവിടെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്, I/Y ക്കാണ് സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ തെറ്റൂല. ഐയുടെ സ്ഥാനത്ത് ഇവിടെ J, അവിടെ Y യുടെ സ്ഥാനത്ത് ഇവിടെ R. അപ്പൊ J/R എന്ന് പറഞ്ഞ പേരാണ് പോളാർ മോഡുലസ്. ഓക്കെ, പോളാർ മോഡുലസ് ഓഫ് എ സെക്ഷൻ ആണ് ZP. അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ZP ആണ്. ആൻഡ് T is equal to J/R ന് ZP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ZP is equal to ZP into Q max എന്ന് കൊടുക്കാം. ഇത് നമ്മൾ അവിടെയും പഠിച്ചതാണ്. അപ്പൊ രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറയാം. ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണ് ടോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടോർഷണൽ ഇക്വേഷൻ T/J is equal to Q/R is equal to G theta by L ആണ്. അതിൽ ഓരോ ടേം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഓർക്കേണ്ട കാര്യം, സ്ട്രെസ് എപ്പോഴും മാക്സിമം എവിടെയായിരിക്കും, ഷിയർ സ്ട്രെസ് എപ്പോഴും മാക്സിമം ഷാഫ്റ്റിന്റെ സർഫസിലായിരിക്കും. സർഫസ് എന്ന് പറയുമ്പോൾ R എന്നുള്ള വാല്യൂ എന്തായിട്ട് മാറും, ക്യാപിറ്റൽ ലെറ്റർ R ആയിട്ട് മാറും. R എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് പോളാർ മോഡുലസ്. അത് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ സെക്ഷൻ മോഡുലസ് ഇസ് I/Y. സോ ഹിയർ ഇറ്റ് ഇസ് ഐയുടെ സ്ഥാനത്ത് J, വൈയുടെ സ്ഥാനത്ത് R. അപ്പൊ J/R. ZP is the polar modulus of a section.
ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം എപ്പോഴും നമ്മൾ ഷാഫ്റ്റിന്റെ കേസാണ് പറയുന്നത്. ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സർക്കിൾ ആയിരിക്കും. ഷാഫ്റ്റ് രണ്ട് രീതിയിൽ വരാം, സോളിഡും വരാം, ഹോളോയും വരാം, അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ളതും വരാം. അപ്പൊ രണ്ടിന്റെയും കേസിലുള്ള ഇസഡ് വാല്യൂ, സോറി ജെയുടെ വാല്യൂ ആട്ടോ മക്കൾ, ഇത് ജെയുടെ വാല്യൂ ആണ് ഈ പറയുന്നത്, അല്ലാതെ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ മോഡുലേഴ്സ് അല്ല കേട്ടോ. ജെയുടെ വാല്യൂ മാത്രം ഓർത്താൽ മതി. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ J is equal to pi by 32 d raised to 4. നമ്മൾ അവിടെ പഠിച്ചെന്താ pi by 64 d raised to 4 അല്ലേ? അപ്പൊ അവിടെ ആ 64നെ ഡിവൈഡ് ബൈ 2 എന്നുള്ള രീതിയിൽ റിലേറ്റീവ് വെച്ചാൽ pi by 32 d raised to 4. സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ നേരത്തെ അവിടെ എടുക്കുന്ന പോലെ തന്നെ ഹോളോ ആയതുകൊണ്ട് pi by 32 d1 raised to 4 minus d2 raised to 4 അല്ലെങ്കിൽ ക്യാപിറ്റൽ d raised to 4 minus സ്മോൾ d raised to 4. അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഒരു ടോർക്കിന്റെ കേസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ, ഓക്കെ, അതായത് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് സംഭവം, ഷാഫ്റ്റ് ഒരിടത്തുനിന്നുള്ള ഒരു ഫോഴ്സിനെ അടുത്ത പോർഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അതാണ് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഷാഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇതും ചോദിക്കാറുള്ള കേട്ടോ പരീക്ഷയ്ക്ക്. P is equal to 2 pi nt/60. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും നമ്മളോട് വാട്ട് ഇസ് എ പവർ ട്രാൻസ്മിറ്റഡ്. അപ്പൊ അവിടെ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ടോർക്കും എന്നും മാത്രം തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 2 pi nt/60 ആണ്. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം R എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്, RPM. ഓക്കെ, T എന്ന് പറയുന്നത് ടോർക്കാണ്, ന്യൂട്ടൺ പെർ മീറ്റർ. അവിടെ നമ്മൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് RPM. ആ റെവല്യൂഷൻസ് പെർ മിനിറ്റിനെ, അപ്പൊ അവിടെ ഓർക്കും റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണല്ലോ, എന്നിട്ട് നമ്മൾ പവറിന്റെ യൂണിറ്റ് എഴുതിയിരിക്കുന്ന വാട്ടിലാണല്ലോ. അപ്പൊ SI യൂണിറ്റ് കൊടുക്കാതെ എങ്ങനെയാണ് SI യൂണിറ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ റെവല്യൂഷൻസ് പെർ മിനിറ്റ് കൊടുക്കുന്നതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ആ മിനിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇക്വേഷൻ അത് ആ 60 കിടക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ എല്ലാ വസ്തുക്കളുടെ RPM എന്നാ പറയാറ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ RPM എന്ന് പറയുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ഇക്വേഷൻ SI യൂണിറ്റിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് RPM നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റാതെ RPM തന്നെ കൊടുത്തുകൊണ്ട് വാല്യൂവിന് നമുക്ക് എന്തിൽ കിട്ടുന്നതിന് വേണ്ടി SI യൂണിറ്റിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു 60 കൊടുത്തിരിക്കുന്നത്. അപ്പൊ P is equal to 2 pi nt/16 ആണ് ഇക്വേഷൻ. അതിൽ N എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, T എന്ന് പറയുന്നത് ടോർക്ക് ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ് പോലെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. മൊമെന്റ് എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതുപോലെ തന്നെയാണ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് ആണ്. അപ്പൊ ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പോലെ തന്നെയാണെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും യൂണിറ്റ്. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് വാട്ട് ആയിരിക്കും. ഇനി പണ്ട് നമ്മൾ പവർ ഹോഴ്സ് പവറും പറയാറുണ്ട്. അപ്പൊ ആ ഹോഴ്സ് പവറിൽ പവറുമായിട്ടുള്ള റിലേഷൻ ഓർത്തിരിക്കുക, 736 വാട്ട് കേട്ടോ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 736 വാട്ട്. ഇനി പറയാനുള്ള ഒരു ടേം ടോർഷണൽ റിജിഡിറ്റി എന്നുള്ളതാണ്. ഇതും എക്സാമിന് ചോദിച്ച് ടോർഷണൽ റിജിഡിറ്റിയും അതുപോലെ തന്നെ അവിടെ ഞാൻ വേറൊരു സ്ഥാനം ചോദിച്ചത് ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി. അത് ഇതിന്റെ മുന്നേ പറയേണ്ടായിരുന്നു, അവിടെ ഞാൻ വിട്ടുപോയതാണ്, സോറി. അപ്പൊ അത് ഇവിടെ റിലേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കാം, ടോർഷണൽ റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി ഉണ്ട്. റിലേറ്റ് ചെയ്താൽ മതി, സംഭവത്രേ ഉള്ളൂ. നമുക്ക് T/J ഈസ് ഈക്വൽ ടു G theta by L എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ T ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, G into J into theta by L എന്ന് എഴുതാം. ഇനി നമ്മൾ എടുക്കുന്ന ഷാഫ്റ്റിന്റെ ലെങ്ത് യൂണിറ്റ് ലെങ്ത് ആണെന്ന് വെച്ചോ, L 1 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഞാൻ അവിടെ കൊടുക്കുന്ന ഷിഫ്റ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണെന്ന് വെച്ചോ. അപ്പൊ യൂണിറ്റ് ലെങ്തില് യൂണിറ്റ് ട്വിസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്, അതായത് ശ്രദ്ധിക്കുക, T ഈസ് ഈക്വൽ ടു G into J എന്ന് നമുക്ക് എഴുതാം. G into J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G into J പറഞ്ഞാൽ എപ്പോഴാ, തീറ്റ എല്ലും 1 ആകുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് പറയാം, യൂണിറ്റ് നമ്മൾ എത്ര ടോർക്ക് കൊടുക്കുമ്പോൾ ദ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് θ1 L1, അതായത് യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ഷാഫ്റ്റില് യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടാക്കാൻ, അതായത് 1 ഡിഗ്രി ട്വിസ്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം ടോർക്ക് കൊടുക്കണോ ആ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടോർഷണൽ റിജിഡിറ്റി. അപ്പൊ T ഈസ് ഈക്വൽ ടു GJ into θ by L ല് തീറ്റയും എല്ലും 1 ആകുമ്പോൾ T that is equal to G into J. അപ്പോ G into J ക്ക് പറയുന്ന പേരാണ് ടോർഷണൽ റിജിഡിറ്റി. അപ്പൊ ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി ഓർക്കാൻ പാടുന്നില്ല. ഫ്ലെക്ഷൻ എവിടെയാ, ബെൻഡിങ്ങിന്റെ കേസിലാണ്. ബെൻഡിങ്ങിന്റെ കേസിൽ G കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, E. J കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, I. അപ്പൊ EI ക്ക് പറയുന്ന പേരാണ് ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി, GJ ക്ക് പറയുന്ന പേരാണ് ടോർഷണൽ റിജിഡിറ്റി. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ G into J ക്ക് നമ്മൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയും. E into I ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്ഷറൽ റിജിഡിറ്റി എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഏകദേശം ഇത്രയാണ് പ്രിപ്പയർ ചെയ്തത്. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി കിട്ടണം, എന്നാലാണ് നമുക്ക് ഏകദേശം ഒരു 70% കൂടുതൽ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാം. ഇനി അഡീഷണൽ ആയിട്ടുള്ളത് ഒരു ക്ലാസ് കൂടി നമുക്ക് കിട്ടുമ്പോൾ അത് എടുക്കാം. മാക്സിമം നോർമൽ ടൈമിൽ എടുക്കാൻ നോക്കാം. ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോംപ്ലിമെന്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് റെക്കോർഡ് ഉള്ളതുകൊണ്ട് അത് വെച്ച് നോക്കാമല്ലോ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഹലോ,
ഇല്ല സാർ ക്ലിയർ ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം എങ്ങനെയാണ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ അനുസരിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു. Thank you, sir.